السلام عليكم ورحمة الله وبركاته. الحمد لله وعليكم السلام. الذي أنزل آيات بينات كتابا مبينا بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى درسنا الجديد من دروس من فهم القرآن على أيسر طريق، وما زلنا ندرس أحكام النحو. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ വളരെ മനോഹരമായ ക്ലാസ്സുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഖുർആൻ പഠനം എന്താണെന്ന് മനസ്സിലായി. എളുപ്പമാണ്. അതേപോലെ ഖുർആൻ പഠനം ആസ്വാദ്യകരമാണ് എന്ന് മനസ്സിലായോ? അറബി ഭാഷാ പഠനം, ഖുർആൻ പഠനം എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും ഖുർആൻ പഠനം, അറബി ഭാഷാ പഠനം എൻജോയ് ചെയ്യാൻ പറ്റും. തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തൗഹീദ് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തോ? വർഗത്തെ നിഷേധിക്കുന്ന എല്ലാം വെച്ചിട്ട് ഓക്കെ. കസ്റ് വരുത്തുന്ന പദങ്ങൾ കണ്ടെത്താൻ പറ്റിയോ? ഖുർആനിൽ നിങ്ങൾ വായിച്ചു നോക്കിയോ കസ്റുള്ള ഭാഗങ്ങൾ? കസ്റുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടെത്താൻ പറ്റിയോ? ഒരു സംശയം കിട്ടിയോ നിങ്ങൾക്ക്? സംശയം വന്നോ? അല്ലെങ്കിൽ അത് മനോഹരമായി തോന്നിയോ? ലീമിൻ അൻമ ബീഫി അല ഇല വന്നിടത്ത് എവിടെയെങ്കിലും കസറില്ലാതെ കണ്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ ശ്രമിച്ചില്ല. നിങ്ങൾ നോക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായും കസറില്ലാത്ത ഭാഗങ്ങൾ കാണും. ഉണ്ടായാൽ പോരാ, ഉണ്ടാകും ആയാൽ പോരാ. ആരെങ്കിലും കണ്ടോ? വേറെ ആരെങ്കിലും? മിൻ കബിലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ആദ്യമായിട്ട് വരിക. അത് ക്ലാസ് എന്നാ തുടങ്ങിയേ? നിങ്ങൾ എന്താ ആദ്യമായിട്ട് വന്നത്? ഇതിൽ ആദ്യമായിട്ടാണല്ലോ. ഇതിലാണ് ഇന്ന് ആദ്യമായിട്ട് ചേരുക. നിങ്ങൾക്ക് അൽബക്കറുടെ ക്ലാസ് പഠിച്ചില്ലേ നിങ്ങള്? അൽബക്കറുടെ ക്ലാസ് പഠിച്ചു. കെസർ വരുന്ന പദങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അപ്പൊ കെസറില്ലാത്ത സംഭവം എല്ലാം കണ്ടായിരുന്നു ആരെങ്കിലും? ശേഷം വരുന്ന കെസർ വരണമെന്ന്. ബാക്കി ഇലാഫത്ത് ചിലപ്പോ ഇലാഫത്താണോ അല്ലേ എന്ന് നമുക്ക് ഉറപ്പില്ല എന്ന് വെക്കാം. ലീമിൻ അൻമ ബീഫി അല ഇല വന്നപ്പോ കെസർ ഇല്ലാത്ത എവിടെയെങ്കിലും കണ്ടോ? അടുത്ത പ്രാവശ്യം നിങ്ങൾ കണ്ടെത്തിയിട്ട് ഗ്രൂപ്പിൽ ഇടണം. കേട്ടാ? കേൾക്കുന്നുണ്ടോ? എന്തായിരുന്നേ ക്ലാസ് ആവില്ല, പ്രസംഗം ആവുള്ളൂ. ക്ലാസ് ആവില്ല. ഉറപ്പായിട്ട് നിങ്ങൾ കാണും. കണ്ടുപിടിക്കും. ലീക്ക് ശേഷം ഇബ്രാഹിം അങ്ങനെല്ലാം വരുമ്പോ എന്തായിക്കോട്ടെ, ചോദ്യം ഇതാണ്. നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിനുശേഷം വരുന്ന വാക്കിന് അല്ല അവസാനം കെസർ വരണം എന്നാണ് നമ്മൾ പഠിച്ചത്. കെസർ വരാത്ത സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് എടുത്ത് ഗ്രൂപ്പിലിടണം. എന്നാലേ നമ്മൾ തീരുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് അവിടെ കെസർ വന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കണം. അപ്പൊ ഇപ്പഴല്ല, രണ്ടു മൂന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് പറയുന്നത്. ഇപ്പഴല്ല, പിന്നെ പറയും. ഇത് ഒരുപാട് നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല.
ഇതിനി ഒരുപാട് നാളത്തേക്ക് മാറ്റില്ല. നമ്മൾ ഒരു ഒത്തിരി അസ്സലാമു അലൈക്കും. 24 ക്ലാസ്സസ് ആണ്. ഈ 24 ക്ലാസ്സിനകത്ത് ഇതെല്ലാം തീരണം. സലാം പറഞ്ഞു. വാലൈക്കും സലാം. വാലൈക്കും അസ്സലാം. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പെട്ടെന്ന് ചോദിച്ചപ്പോ എടുത്ത് പറയാൻ പറ്റുന്നില്ല. ഇപ്പം അതാണ്, അതായത് നമ്മൾ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായ ഒരു പോയിന്റ് കണ്ടാൽ അപ്പോഴേ നിങ്ങൾ റഫ് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എഴുതി വെക്കണം. ഇൻഷാ അല്ലാ ഇനി എഴുതി വെക്കണം. ഓക്കെ, പറയുന്നത് കേട്ടോ. അതുപോലെ എഴുതി ലമീറുകൾ വരുമ്പോ പറയുന്നത് കേക്ക്. റഫ് നോട്ടിൽ നമ്മൾ അപ്പോഴേ എഴുതി വെക്കണം. എന്നിട്ട് പിന്നീട് അത് പഠിച്ചു കഴിയുമ്പോൾ അവിടെ ക്യാൻസൽ ചെയ്യണം. അത് വരും. അപ്പൊ എഴുതി വെക്കണം. ഇതേപോലെ എഴുതി ഗ്രൂപ്പിൽ ഇടാൻ പറയുമ്പോൾ ഗ്രൂപ്പിൽ ഇടണം. അല്ലെങ്കിൽ പറയാൻ പറയുമ്പോൾ ഉടനെ പറയണം. അപ്പൊ നിങ്ങളെ നോട്ട്ബുക്ക് നോക്കണ്ട, എഴുതണ്ട എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എങ്കിലും ഈ സ്റ്റഡി ടേബിളിൽ ഇപ്പൊ ഞാനല്ല കിതാബൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഈ കിതാബ് നിങ്ങളെ കാണിച്ചു തരേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് സംഭവങ്ങൾ. ഖുർആനുണ്ട്. ഇതെല്ലാം പഠിക്കുന്ന സമയത്ത് എല്ലാ സംഭവം സ്റ്റഡി മെറ്റീരിയൽ എല്ലാ ടൂളും ഇവിടെ ഉണ്ടാവും. റെഡി ആയിരിക്കണം സംഗതികളൊക്കെ. ഓക്കെ, മാസ്റ്റർ ടേബിൾ എഴുതാൻ വേണ്ടി നമ്മൾ നോട്ട്ബുക്ക് വാങ്ങാൻ പറഞ്ഞായിരുന്നു. ആരെങ്കിലും വാങ്ങിയായിരുന്നു? എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടില്ലല്ലോ. ഗ്രൂപ്പിൽ ഇടണോ? ഓ, അതറിഞ്ഞില്ല. ഗ്രൂപ്പിലിടണം. എല്ലാവരും എഴുതിട്ടെന്നതിന് അറിയാൻ പറ്റും. ഗ്രൂപ്പിൽ ഇടണം. അത് നോക്കാൻ വേണ്ടി ആളെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അസൈൻമെന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ആളുണ്ട്. എക്സാമിനേഷൻ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആണ് ആ അസൈൻമെന്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അവർക്കൂടെ ബോധ്യപ്പെടണം. ഓക്കെ, ഈ ആളുകളുടെ പേര് ഇതാണ്, ഇയാൾ എഴുതിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവും. ഈ ഹർഫ് ജറിന് ശേഷം അത് അത് കെസറ കാണുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ ലമീറുകൾ വരുന്നത് എന്തായാലും അത് പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. എന്തായിരുന്നാലും നമ്മൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം അവിടെ നിങ്ങൾ കണ്ടു, ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, ഉടനെ നിങ്ങൾ ആ ഭാഗം നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എന്നാല് പിന്നെ നമുക്ക് ഓക്കെ, ഇത് കെസർ വരുന്ന പദം വന്നതിന് ശേഷം ഇത് വന്നു, അവിടെ ഇതാണ് കാരണം. അപ്പൊ നിങ്ങൾ എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇതിൽ കെസർ കണ്ടില്ല, എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ അത് താഴെ മെസ്സേജ് ഇടും. ഇത് നമ്മൾ അടുത്ത ക്ലാസ് അല്ലെങ്കിൽ 2-3 ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ 3 മാസത്താണ് പറഞ്ഞല്ലേ, 12 ക്ലാസ് ആണ്. ഈ 12 ക്ലാസ് കൊണ്ട് പഠിച്ചില്ലെങ്കിൽ 12 ക്ലാസ് പഠിപ്പിച്ചിട്ടേ ബാക്കി പഠിക്കുള്ളൂ, അങ്ങോട്ട് പോവുള്ളൂ. ഇത് അതായത് നമ്മള് പരീക്ഷിക്കുമ്പോൾ സാധനങ്ങളൊക്കെ പഠിച്ചിരിക്കും. ഇതിപ്പോ എത്ര ക്ലാസ് കഴിഞ്ഞു? നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിക്കില്ലേ? അൽ ബഖറയിൽ പണ്ട് നേരത്തെ ഉറപ്പ് 3 ക്ലാസ് നിങ്ങൾ പഠിച്ച ആളാ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പഠിപ്പിച്ചിരുന്നു നിങ്ങളുടെ ബാച്ചിൽ. പിന്നെ നിങ്ങൾ ബഖറയിൽ ചേർന്ന് അവിടെ വെച്ച് പഠിച്ചു. ഇത് അൽ ബഖറയുടെ പുതിയ ബാച്ചിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചോളണം. അത് നമ്മൾ പുതിയ അൽ ബഖറയുടെ ക്ലാസ് തുടങ്ങും. അൽ ബഖറയുടെ ക്ലാസ് തുടങ്ങുമ്പോൾ അൽ ബഖറ ഡീപ്ലി ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. തദബ്ബുർ എന്നാണ് എൻ്റെ പേര്. നമ്മൾ തദബ്ബുർ ഖുർആൻ ചിന്ത, ഖുർആൻ പഠനം, മനനം, ചിന്ത, അതാണ് നമ്മൾ ടൈറ്റിൽ. അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പിന്നെ ഗ്രാമർ ഒന്നും അറിയാൻ പറ്റാതെ വരുന്നു. അതൊക്കെ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പോ മാസ്റ്റർ ടേബിള് നോട്ട്ബുക്ക് വാങ്ങാത്തവര് ഇപ്പം വന്ന് നേരത്തെ സംസാരിച്ചില്ലേ ആള്, ആളടക്കം വേണം മാസ്റ്റർ ടേബിൾ എഴുതി തയ്യാറാക്കണം. അപ്പൊ അതിന്റെ ഫത്താഹ ഗ്രൂപ്പിന്റെയും ലറബ ഗ്രൂപ്പിന്റെ ടൈറ്റിൽ കൊടുത്തപ്പോൾ മാറിപ്പോയി. ഫത്താഹ ഗ്രൂപ്പ് തന്നെയാണ് അധികം കിടക്കുന്നത്. അപ്പൊ ലറബ ഗ്രൂപ്പ് ടേബിൾ എഴുതി കാണാൻ പറ്റും. ഫത്താഹ ഗ്രൂപ്പിന്റെ ഇട്ടു, ലറബ ഗ്രൂപ്പിന്റെ ഇട്ട്, പിന്നെ നെസറ ഗ്രൂപ്പിന്റെ ഇട്ടിട്ടുണ്ട്. പിന്നെ സെമിയ ഗ്രൂപ്പിന്റെ മാത്രമേ ഇടാതെ ഉള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല അവിടെ എഴുതി വയ്ക്കേണ്ടത്, ലറബ യളിരിബു രൂപത്തിൽ വരുന്ന ക്രിയകള് എല്ലാം നിങ്ങൾ അവിടെ എഴുതി വയ്ക്കണം. അതിനാണ് എന്ത് ചെയ്ത് പറഞ്ഞത്, 2 പേജ് ചുരുങ്ങിയത് വരണം. ഫേസ്റ്റ് പേജ് ആയിട്ടുള്ള 2 പേജ് ചുരുങ്ങിയത് വരണം. ഒരു പേജിൽ നിങ്ങൾ ടേബിൾ എഴുതുക, അവിടെ വേറെ എന്തെങ്കിലും എഴുതാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എഴുതുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പേജ് ബ്ലാങ്ക് ഉണ്ടാകണം. ആ പേജിൽ നമ്മൾ ഇതേ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയകൾ വേറെയും കാണും. ആ ക്രിയകൾ അവിടെ എഴുതി വയ്ക്കണം. അപ്പോൾ പിന്നീട് എഴുതുന്ന ക്രിയകളുടെ എല്ലാം ഒരു രൂപവും അതിന്റെ ക്രിയാധാതുവും വേണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഉസ്താദെ, ഈ ഉസ്താദ് തന്നിട്ടുള്ള ഫതഹു
ഫതഹത്ത് من അതുപോലെ أنت ആക്കാനാ പറയുന്നത്. مسموك നഷീദ. നഷീദ അണ്ടർസ്റ്റാൻഡ് നഷീദ. ഖുറാനാണോ? ആ അണ്ടർസ്റ്റാൻഡ് ഖുറാൻ പഠിച്ച ആളാണ്? അല്ല അല്ല അല്ല, അണ്ടർസ്റ്റാൻഡ് ഖുറാൻ മദീന പഠിച്ച ആളാണ്, അറബിക്കാണ്. ദുറൂസുൽ ലോകത്ത് പഠിച്ച ആൾ. അതെ അതെ അതെ. ആ പറയും. അപ്പൊ ഉസ്താദ് പറയുന്നത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അതായത് നേരത്തെ തന്ന ആ ഫതഹു ഫതഹത്ത് ആ ഒരു ടേബിൾ പോലെ ഉണ്ടാക്കാനാണ് പോലെയല്ല, പറയുന്നത്. പോലെയല്ല. അതെ. ആ നിങ്ങൾക്ക് മാസ്റ്റർ ടേബിളിൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നത് എന്താണോ അതങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഈ പറഞ്ഞ ബുക്കിൽ രേഖപ്പെടുത്തുക. അതെഴുതി. ഓക്കെ, ഈ പറഞ്ഞ ബുക്കിൽ തുറന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഈ മാസ്റ്റർ ടേബിള് തന്നിരിക്കുന്ന പോലെ തന്നെ എഴുതുക. അപ്പൊ ഫത്തഹയുടെ ടേബിൾ സെലക്ടഡ് 21 ഫോംസ് ഉണ്ട്. അതിന്റെ താഴെ ഈ ഗ്രൂപ്പിൽപ്പെട്ട മറ്റ് ക്രിയകൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം എന്താണ്, ഫത്തഹൻ പോലെ ക്രിയാധാതു ഉള്ളതിന്റെ ക്രിയാധാതു എടുത്തെഴുതിയിട്ടില്ല, ബാക്കിയുള്ളതിന്റെ ക്രിയാധാതു എടുത്തെഴുതിയിട്ടുണ്ട്. ക്രിയാധാതു ഫത്തഹൻ പോലെ അല്ലാത്തതിന്റെ ക്രിയാധാതു എടുത്തെഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫഅലയുടേത് ഫിഅലുൻ, ദഹബ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ക്രിയാധാതു ശ്രദ്ധിക്കുക. മറ്റൊരു ക്രിയാധാതു ശ്രദ്ധിച്ചില്ലെങ്കിലും ഫത്തഹയുടെ ക്രിയാധാതു ബാസയുടേത് ബാസിനാണ്, റഫയുടേത് റഫനാണ്, സന അല്ല, ഈ ഗ്രൂപ്പിലെ മറ്റ് ക്രിയകൾ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രിയാധാതു വ്യത്യാസമുള്ളവയാണ് ഇത് ചെയ്തിരിക്കുന്നത്, ചോപ്പ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നു, ക്രിയാധാതു ശ്രദ്ധിക്കുക. പാലയുടെ ഫെയിലിനാണ്, ദഹബയുടെ ദഹാബിനാണ്, സനഹ സുൽഹനാണ്, സലഹ സുൽഹനാണ്, ഷഫാത്തിനാണ്, സഹറ സെഹറിനാണ്. ബാക്കി അപ്പുറത്ത് ബ്ലാക്കി കൊടുത്തിരിക്കുന്ന എല്ലാം ഫത്തഹയുടെ ക്രിയാധാതു പോലെയാണ്, ഫത്തഹൻ പോലെയാണ്. അങ്ങനെയാണ് ആ ടേബിൾ തന്നിരിക്കുന്നത് കേട്ടോ. അത് ഒരു മാതൃകയാണ്, എഴുതുന്നതിന്റെ ഒരു മാതൃകയാണ്. രണ്ടാമത്തെ മാതൃകയിൽ എന്താ തന്നിരിക്കുന്നത്, രണ്ടാമത്തെ ടൈറ്റിൽ കൊടുത്തപ്പോൾ ഫത്തഹ എത്തുമെന്നായിപ്പോയി. അവിടെ ലറബ യദ്രിബു എന്നാണ് വരുന്നത്. ടേബിൾ 2 A2 ലറബ യദ്രിബു എന്നാണ് ആ ടേബിളിന്റെ പേര്. A2 ഗ്രൂപ്പിന്റെ പേര് ലറബ യദ്രിബു എന്നാണ്. അപ്പൊ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം ലറബയുടെ ടേബിള് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്തത്, ഈ ഗ്രൂപ്പിലെ മറ്റ് ക്രിയകളുടെ ക്രിയാധാതുക്കൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഗ്രൂപ്പിൽ മറ്റ് ക്രിയകളുണ്ട്. അപ്പൊ ലറബ യദ്രിബു പോലെയുള്ള ക്രിയകളാണ് താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ക്രിയകളും. പക്ഷേ അവയിൽ ഓരോന്നിന്റെയും ക്രിയാധാതു വേറെ എഴുതിയിട്ടുണ്ട്. ലറബ ലർബുൻ, കസബ കസ്ബുൻ, ഹമല ഹംലുൻ, അകല അഖലുൻ, സബറ സബറുൻ, സബക സബക്കുൻ. അപ്പൊ ആ ടേബിളിൽ ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം എന്താണ്, ലറബയുടെ ക്രിയാധാതു പോലെ തന്നെയാണ്, ലർബൻ പോലെയാണ്. പിന്നെ ഇപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ലലമ ലുൽമുൻ, മലക്ക മുൽക്കുൻ, റജ. അപ്പൊ ലലമ ലുൽമുൻ രണ്ടും അടുത്തടുത്ത് വന്നിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തത് മലക്കയുടേത് മുൽക്കുനാണ്. അപ്പൊ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരേപോലെയുള്ളത് അടുത്തടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ്, റജയുടേത് റുജൂഅനാണ്, ഗഫറയുടേത് മഗ്ഫിറത്തിനാണ്, അറഫയുടേത് മാരിഫത്തിനാണ്, പിന്നെ ഫത്നയുടേത് ഫിത്നത്തിനാണ്. അപ്പോ ആ ഗ്രൂപ്പിൽപ്പെട്ട മറ്റ് ക്രിയകളും അവയുടെ ക്രിയാധാതുക്കളും അവിടെ എഴുതണം. എവിടെ, ഈ ആദ്യത്തെ ടേബിൾ എഴുതിയെടുത്ത് ബാക്കി സ്ഥലമുണ്ടെങ്കിൽ അവിടെ എഴുതുക. പിന്നെ ഇപ്പുറത്തെ സൈഡ് എന്ത് ചെയ്യുക, ബ്ലാങ്ക് ഇട്ടേക്കുക. ആ ബ്ലാങ്കിൽ എന്ത് ചെയ്യണം, ഇതേപോലെയുള്ള ലറബ യദ്രിബു പോലെയുള്ള ക്രിയകൾ നിങ്ങൾ അവിടെ കളക്ട് ചെയ്തിട്ട് എഴുതണം. നിങ്ങൾ പഠിച്ച ക്രിയകളാണ് എഴുതേണ്ടത്, പഠിക്കാത്ത ക്രിയകളല്ല എഴുതേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ദുറൂസുൽ ലോകത്തിൽ അറബിയയിൽ ആ പാഠപുസ്തകം എടുത്ത് നോക്കിയാൽ അതിൽ ലറബ യദ്രിബു പോലുള്ള ക്രിയകൾ കാണും. അതെടുത്ത് ഇവിടെ എഴുതണം. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചവര് ബക്രയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാഠത്തിൽ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിയ ലറബ യദ്രിബു പോലുള്ള ക്രിയ അവിടെ എടുത്തെഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ക്രിയാധാതുവും കൂടെ എഴുതണം. അതോടുകൂടി എന്തായി, ലറബ ഗ്രൂപ്പ് കഴിഞ്ഞു. നേരത്തെ ഫത്തഹ ഗ്രൂപ്പ് കഴിഞ്ഞു. ക്ലിയർ? അടുത്തത് നെസറ ഗ്രൂപ്പ്. നെസറ ഗ്രൂപ്പിൽ വേറെ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. മാസ്റ്റർ ടേബിൾ എഴുതുമ്പോൾ ഏത് രീതിയിലും എഴുതാം. ആദ്യത്തെ ഫത്തഹയിൽ എന്ത് ചെയ്തു, ഈ ഇനത്തിൽപ്പെട്ട എല്ലാ ക്രിയകളും അവിടെ താഴെ എഴുതിയിട്ട് ക്രിയാധാതു ശ്രദ്ധിക്കേണ്ടവ എടുത്തെഴുതി. രണ്ടാമത്തേത് എല്ലാത്തിൻ്റെയും ക്രിയാധാതു എഴുതിയിട്ടുണ്ട്. അതിൽ ലർബൻ പോലെയുള്ളത് ഒരു സൈഡിലും അല്ലാത്തത് വേറെ സൈഡിലും എഴുതിയിട്ടുണ്ട്.
നസറുടെ ടേബിൾ എന്നപ്പോ എന്ത് എഴുതി? നസറയുടെ ടേബിൾ ആദ്യം എഴുതുക. അപ്പൊ നസറ യൻസുറു എന്നാണ് വരുന്നത്. അതിന്റെ ടേബിൾ ആദ്യം എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അല്ല, നസ്രൻ പോലെയുള്ള ക്രിയാധാതു ഉള്ളവ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോ നസ്രൻ പോലെ ക്രിയാധാതു ഖലഖ, ഖൽഖുൻ, അത് പറയേണ്ട കാര്യമില്ല. മക്കറ, മക്കിറുൻ പറയേണ്ട കാര്യമില്ല. നളറ, നളുറുൻ, ഹഷറ, ഹഷറുൻ, ഖത്തല, ഖത്ലുൻ. അപ്പൊ അവിടെ ഒന്ന് ക്രിയാധാതു എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? നസ്റുൻ പോലെ ക്രിയാധാതു ഉള്ളവ. ഇപ്പോഴത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ജിക്റുൻ പോലെ ക്രിയാധാതു ഉള്ളവ. അപ്പോ ജക്കറയുടേത് ജിക്റുൻ, റസഖ റിസുഖുൻ, സദഖ സിദഖുൻ, അതേപോലെ ഷഅറ ഷിഅറുൻ. അപ്പൊ അതേപോലെ ക്രിയാധാതു ഉള്ളവ. പിന്നെ എന്തുണ്ട്? പിന്നെ ശുക്രൻ പോലെ ക്രിയാധാതു ഉള്ളവ കഫറ കുഫ്രൻ, ഹക്കമ ഹക്കുമൻ, ശക്ര ശുക്രൻ, അല്ലേ? പിന്നെ സുജൂദൻ പോലെ ക്രിയാധാതു ഉള്ളവ ദഖല ദുഖൂലുൻ, ഖറജ ഖുറൂജുൻ, ഫസഖ ഫുസൂഖുൻ, ഫിസ്കുൻ ഒന്നും ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മള് സുജൂദ് പോലെ ക്രിയാധാതു ഉള്ളവ എന്ന് കൊടുത്തിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. പിന്നെ സജദ സുജൂദുൻ, ബലഗ ബുലൂഗ്. അപ്പൊ ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് ക്രിയാധാതു മനസ്സിലാവും, ഇത് എങ്ങനെ ടേബിൾ പറയണമെന്നും മനസ്സിലാവും. ഇനി സെമിയയുടെ കൂടെ സെമിയ നിങ്ങൾ എഴുതണം. 3 ഞാൻ തന്നു, 4ാമത്തെ നിങ്ങൾ എഴുതണം. ഇത് 4 ഇതിന്റെ വരുന്ന വീക്കിൽ എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇടണം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 4ാമത്തെ ഗ്രൂപ്പാണ്. ഇവിടെ 4ാമത്തെ നസർ എൻസുറു 4ാമതാണ് എഴുതേണ്ടത് കേട്ടോ. നസർ എൻസുറു 4ാമത്തെയാണ്. 3ാമത്തെ സെമിയ യസ്നാണ്. 1 ഫതഹ യഫ്തഹു, 2 ദറബ യദ്രിബു, 3 സെമിയ യസ്നാഹു. അപ്പൊ സെമിയ യസ്നാഹു എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? സെമിയയുടെ ടേബിൾ എഴുതുക. എന്നിട്ട് അതിന്റെ താഴെ ഈ ഇനത്തിൽപ്പെട്ട മറ്റു ക്രിയകൾ എന്നിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അവിടെ സ്ഥലമുള്ളിടത്ത് അതേപോലെ എഴുതുക. ഇതിപ്പോ മൂന്ന് രീതിയിൽ എഴുതിയിട്ടുണ്ട്. 3 ഏത് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾ ആ ടേബിൾ നോക്കിയാൽ എന്ത് മനസ്സിലാകണം? ആ ക്രിയയുടെ ടേബിൾ എങ്ങനെ പറയണമെന്നും അതിന്റെ ക്രിയാധാതു എങ്ങനെ പറയണമെന്നും അത് നോക്കി അറിയണം. ഓക്കെ ആണോ? മദ്ബൂത്ത് എന്ന് പറയും. ഉറപ്പായി. ഓക്കെ. ഫഹിംന അകീദൻ. ഞാൻ പറഞ്ഞാ പോരാ, ഫഹിംന അകീദൻ എന്ന് പറയാൻ പറഞ്ഞു. എന്താ ഓക്കെ എന്ന് പറഞ്ഞത്? അറബി അറിയാം, ഇംഗ്ലീഷ് അറിയാം, അറബി അറിയാം. അക്കീദൻ എന്ന് പറഞ്ഞ എന്താ? അക്കീദൻ ഉറപ്പായും. യക്കീദുവിനെ കൈതും അക്കീദു കൈതാന്ന് പറഞ്ഞ അക്കീദു അല്ല, അക്കീദൻ. അക്കതയു അക്കിദു അക്കീദൻ ഉറപ്പായിട്ട്. സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അക്കീദൻ ഉറപ്പാണോ എന്ന് ചോദിക്കും. അക്കീദ് യക്കീൻ ഈമാനാണ്. യക്കീൻ ഓക്കെ. അയക്കാനെന്ന് പറയും, ഉറപ്പായിട്ട് പഠിച്ചെന്ന് അയക്കാനെന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈമാൻ സാധാരണ സംസാരിക്കുമ്പോൾ നീ ഒരു കാര്യം പറഞ്ഞത് ഉറപ്പാണെന്ന് ചോദിക്കുന്നതിന് അക്കീദ് എന്നാണ് പേര്. അല്ലെങ്കിൽ ഫഹിംന ജയ്യിദൻ, ഞങ്ങൾ നന്നായി മനസ്സിലാക്കി. തയ്യബ് എന്ന് പറഞ്ഞാൽ എന്താ? തയ്യബ് എന്ന് പറഞ്ഞപ്പോ ശരി. തയ്യബ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. തയ്യബ് എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ്. സംസാരിക്കുമ്പോ സാധാരണ ചോദിക്കും തയ്യബ് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത് തയ്യബ്. അതേപോലെ നമ്മൾ സംസാരിക്കും, കൈഫ് ഹാല് ചോദിക്കുമ്പോഴും അൽഹംദുലില്ലാ തയ്യബ്, അങ്ങനെ പറയാല്ലേ. നല്ല സുഖമാണെന്ന് പറയും. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗ്രാമറിൽ എന്തൊക്കെ പഠിച്ചു? മാസ്റ്റർ ടേബിൾ 4 കഴിഞ്ഞു കേട്ടോ. ഇനി മാസ്റ്റർ ടേബിൾ, അതായത് നമ്മൾ യഥാർത്ഥത്തിൽ
ഈ മാസ്റ്റർ ടേബിൾ അല്ല നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. ഈ മാസ്റ്റർ ടേബിൾ അല്ല. മാസ്റ്റർ ടേബിളിൽ ദുർബലാക്ഷരങ്ങളും അതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയതല്ല, നമ്മൾ ഉറപ്പുവരുത്തേണ്ട കുറച്ച് സംഗതികളുണ്ട്. അത് ഉറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് തുടക്കം മുതലേ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ വന്ന് ഹദാ യഹ്ദിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. അതിനാണ് ഫതഹ, ഇഫ്തഹ്, വറബ്, യദ്രിബ്, സമീഅ, യസ്മഉ, നസറ, യൻസുറു 4 ഗ്രൂപ്പിന്റെയും മാസ്റ്റർ ടേബിൾ ആദ്യം ഉണ്ടാക്കുക. ബുക്ക് വാങ്ങി, എല്ലാവരും ബുക്ക് വാങ്ങി. ബുക്ക് വാങ്ങാത്ത ആരാ ഉള്ളത്? റെക്കോർഡ് ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബുക്ക്, A4 സൈസിലുള്ള ബുക്ക് വാങ്ങണം. എഴുതുമ്പോൾ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകണം. എഴുതുമ്പോൾ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകണം. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന പോലെയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്രിയാധാതുക്കളൊക്കെ അടുത്ത പേജിൽ എഴുതാം. അതിനാണ് ഒരു പേജ് കൂടെ വേണമെന്ന് പറഞ്ഞത്. പിന്നെ അപ്പുറത്ത് 2 പേജും കൂടെ ഇട്ടാൽ നന്നായിരിക്കും. നിങ്ങൾ വാങ്ങുന്ന നോട്ട്ബുക്കിന്റെ കനമനുസരിച്ച് 200 പേജാണ് വാങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 2 പേജ് എന്നാൽ ആദ്യത്തെ 2 പേജ് വിടുക, 2 എണ്ണം വിടുക. പിന്നെ അപ്പുറത്ത് വീണ്ടും ഒരു 2 പേജ് കൂടെ വിടുക അപ്പുറത്ത്. അപ്പൊ ഇവിടെ ഒരെണ്ണത്തിൽ നിങ്ങൾ ടേബിൾ എഴുതും, അടുത്തതിൽ ക്രിയാധാതുക്കളുടെ മറ്റ് ക്രിയാധാതുക്കളും എഴുതും. പിന്നെ 2 പേജ് ഫ്രീ ആയിട്ട് ഇട്ടേക്കുക. അപ്പൊ ആദ്യത്തെ ഇത് എഴുതാത്തവർക്ക് കേട്ടോ, എഴുതിയവര് അവിടെ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. എഴുതിയവരെന്ത് ചെയ്യണം? ഇപ്പൊ ഫതഹ ഇപ്പൊ ഒരു വരി എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇടയിൽ 2 ലൈൻ, 2 or 3 ലൈൻ വിട്ടിട്ടാണ് അതിന്റെ താഴെ എഴുതാൻ. എന്തിനാ 2-3 ലൈൻ വിടുന്നത്? 2-3 ലൈൻ വിടുന്നത് നമ്മളെ ബക്കറ പഠിക്കുമ്പോൾ ഹുമ വരും, ഹുന്ന വരും. അതേപോലെ സ്ത്രീകളോട് പറയുന്നത് വരും. നേരിട്ട് പറയുന്നത്. മറ്റേ അവൾ, അതേപോലെ ആ സ്ത്രീകൾ. നമ്മൾ അവൾ പഠിച്ചു, പക്ഷെ ആ സ്ത്രീകൾ പഠിച്ചില്ല. അത് വരും. അപ്പൊ നമുക്ക് അവിടെ എഴുതി ചേർക്കാൻ ഗ്യാപ്പ് ഉണ്ടാകാം. അതിനാണ് A4 സൈസ് ബുക്ക് വാങ്ങാൻ. ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ടേബിൾ എഴുതുമ്പോൾ ഇടയിൽ ഗ്യാപ്പ് വേണം. ചില ആൾക്കാർ വിചാരിക്കും, ഓക്കെ ഞാൻ 25 രൂപ ബുക്ക് വാങ്ങി, നന്നായിട്ട് എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. പരമാവധി ചെറുതായിട്ട് എഴുതുക. അതെന്തിനാണ്? അത് മൈസറിന്റെ ലക്ഷണമാണ്. മൈസർ എന്താണ്? ബഹീറിന്റെ ലക്ഷണമാണ്. പിശുക്ക്. ഇൽമിന്റെ കാര്യത്തിൽ ഒരു പിശുക്ക് പാടില്ല. അറിവ് പഠിക്കുന്നതിന് വേണ്ടി എത്ര പൈസ ചെലവാക്കിയാലും കുഴപ്പമില്ല, എത്ര ബുക്ക് ചെലവാക്കിയാലും കുഴപ്പമില്ല, എത്ര സമയം ചെലവാക്കിയാലും കുഴപ്പമില്ല. അതിനെല്ലാം എന്ത് ചെയ്യും? ഇരട്ടിയായി അതുകൊണ്ട് കിട്ടും. ഓക്കെ. അപ്പം 4 മാസ്റ്റർ ടേബിളും വരുന്ന വീക്കിൽ തന്നെ എഴുതണം. ഇനി ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യില്ല, ചോദ്യമില്ല. ബാക്കി നിങ്ങളുടെ അടുത്ത് ഇനി ഒക്കെ പഠിക്കുമ്പോൾ ഓക്കെ ഫതഹയുടെ ടേബിൾ പ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അന്നേരത്ത് നിങ്ങൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അന്നേരം കുഴയും. അതേപോലെ തന്നെ അഞ്ചല വരും. അഞ്ചല ലോകത്തുള്ള അറബിയിൽ പഠിച്ചതാണെങ്കിൽ വരെ വരും. അങ്ങനെയൊക്കെ കുറെ ഗ്രൂപ്പുകൾ വരും. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫതഹ ഗ്രൂപ്പ് സൂപ്പർ മാസ്റ്റർ ആയിട്ട് എടുക്കും. ഫതഹ ഗ്രൂപ്പ് സൂപ്പർ മാസ്റ്റർ ആയിട്ട് എടുക്കുക. കാരണം അവിടെ നമ്മൾ തുടക്കം. ബാക്കിയെല്ലാം ബാക്കി 3 എണ്ണം അതിന്റെ സബ്സിഡിയറിയാണ്, അതുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ 3, 1, 4. അത് കഴിഞ്ഞാൽ പിന്നെ ദുർബലാക്ഷരമുള്ള ക്രിയ വരും, ഹംസുള്ള ക്രിയ വരും, ശബ്ദമുള്ള ക്രിയ വരും. ഇതിന്റെ ടേബിളൊക്കെ എഴുതുമ്പോൾ എപ്പോഴും ശബ്ദമുള്ള ക്രിയ എഴുതുമ്പോഴും നമ്മൾ ഫതഹ ടേബിൾ ഓർമ്മിക്കാൻ പറയും. ഓക്കെ. മാസ്റ്റർ ടേബിളിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി? ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നോക്കി വരുമ്പോൾ കുറെ സമയം എടുക്കും. അതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് അല്ല, ഇതിന്റെ എക്സാമ്പിൾ പേപ്പറിൽ എഴുതാമോ? ഇതിന്റെ എക്സാമ്പിൾ പേപ്പറിൽ എഴുതാമെന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. നിങ്ങൾക്ക് മൈക്ക് വന്നിട്ടുണ്ട്, മൈക്ക് ചോദിച്ചോളൂ. ഏതിന്റെ എക്സാമ്പിൾ പേപ്പർ എഴുതാമെന്ന്? ഇതിന്റെ എക്സാമ്പിൾ, ഏതിന്റെ എക്സാമ്പിൾ? നമ്മൾ എഴുതുന്നതെല്ലാം പേപ്പറിലാണ്.
ആരെങ്കിലും ചിലേറ്റിൽ എഴുതുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ബോർഡിലെങ്ങാനും എഴുതിക്കുമോ. നമ്മൾ ഇവിടെ എത്തില്ല. നമ്മൾ ചോദിക്കാൻ മടിയായി, മൈക്കില്ലാതെ. നിങ്ങൾക്ക് മെസ്സേജ് വന്നതിൽ എന്തുണ്ട്? മൈക്ക് ഉപയോഗിക്കണമെന്ന് മെസ്സേജ് ഉണ്ട്, ഉണ്ടോ? നമ്മളിപ്പോ പകുതി സമയം കഴിഞ്ഞു. ഇത് വീണ്ടും കേൾക്കാൻ പറ്റൂലേ? ഇത് അതല്ല ചോദിച്ചത്. അതല്ല നിർദ്ദേശങ്ങൾ എനിക്കറിയാം. ക്ലാസ് സമയത്ത് പഠനമുറിയിൽ ഇരിക്കുക, ശരിയായ ഇസ്ലാമിക നോട്ട്ബുക്ക്, റബ്ബർ, ഹൈലൈറ്റർ എന്നിവ എപ്പോഴും മൈക്ക് ഓഫാക്കി വയ്ക്കുക. ആവശ്യമുള്ളപ്പോൾ സന്ധി ചോദിക്കുക, ഉടൻ മൈക്ക് ഓഫ് ചെയ്യുക. മൈക്കുള്ള ഹെഡ്സെറ്റ് ഉപയോഗിക്കുക, കേട്ടോ. മൈക്കുള്ള ഹെഡ്സെറ്റ് ഉപയോഗിക്കാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ ഇനി നോക്കൂല, കേട്ടോ. ഇത് വീണ്ടും കേൾക്കാൻ പറ്റും. നിങ്ങൾ 2-3 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മറുപടി പറയാഞ്ഞത്, കേട്ടോ. എന്താ നിങ്ങൾ ശബ്ദം ഫേമസ് ആയതുകൊണ്ട് ഞാൻ അത് പെട്ടെന്ന് മറുപടി പറയാഞ്ഞത്. അപ്പൊ ഓക്കെ, നമ്മൾ പഠിച്ച എന്തൊക്കെയാണെന്ന് പറയൂ. വർഗത്തെ നിഷേധിക്കുന്ന ഇസ്ലാം ആ, ഹർഫ് ജർ. ഹുറൂഫുൽ ജർ. ഹുറൂഫുൽ ജർ, കസ്റ വരുത്തുന്ന പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ജർ. ഹർഫ് ജർ എന്നല്ല പറയാ. ഹർഫ് ജർ സിംഗുലർ ആണ്. ഹുറൂഫുൽ ജർ എന്നാ പറയാ. പിന്നെ ഇലാഫത്ത് പഠിച്ചു. ഇന്ത്യ എവിടെ എന്ന അർത്ഥത്തിൽ പറയുന്ന ഇലാഫത്ത് പഠിച്ചു. ഇത്രയും മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. ഇനി ഒരുപാട് പഠിക്കാനുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? അത് പറഞ്ഞു ഒരുപാട് പഠിക്കാനുണ്ടെന്ന്. ഒരുപാടുണ്ട്. പഠിച്ചതിനേക്കാൾ കൂടുതലല്ലേ ഇത് പഠിക്കാനുള്ളത്. ആണോ? അതെ. അത്രയും മാത്രം ഒന്നും പഠിക്കാനല്ല, ഖുറാൻ മനസ്സിലാക്കാൻ വേണ്ടി. അല്ല, എന്നാ കുറെ ഉണ്ടെന്നാലും. അത് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറേ ഉണ്ടെന്ന്. ഇനി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. ഹിമാലയൻ ടാസ്ക് ഒന്നും ഇല്ല നമുക്ക് അറിവ് പഠിക്കാൻ വേണ്ടി. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഉസ്താദുമാർ വിചാരിച്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം എന്നാലേ നമുക്ക് എല്ലാ മാസവും ഫീസ് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ പഠിക്കാൻ സന്നദ്ധമായ എല്ലാ മാസവും ഫീസ് വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് വയ്ക്കാൻ പറ്റും. എന്നിട്ട് ഇതൊക്കെ ഒരാകാംക്ഷ സംഭവമായിട്ട് ഉണ്ടാക്കി വയ്ക്കാനും പറ്റും. നിങ്ങൾ ഒരിക്കലും പഠിച്ചു തീരില്ല. എന്റെ ക്ലാസ് ഒരിക്കലും തീരുമില്ല. അതായത് ഖുറാൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ പണ്ടുണ്ട്. ഖുറാൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്ന് തുടങ്ങിയാണ്. ചില ആൾക്കാർ പറയും എന്റെ വീട്ടിൽ എന്നും ഒരു ക്ലാസ് തുടങ്ങിയാന്നറിയാമോ? 10-50 വർഷമായിട്ട് അവിടെ ഖുറാൻ ക്ലാസ് നടക്കുന്നുണ്ട് എന്ന് പറയും. ഈ 50 വർഷം പഠിച്ചിട്ട് എന്തായി? അതല്ല, നമ്മൾ ഒരു ടൈം ബൗണ്ടഡാണ്, ടൈം ലിമിറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. ഇതാണ് പഠനത്തിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ. അപ്പൊ ആരെങ്കിലും അങ്ങനെ കുറെ പഠിക്കാനുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഡിസ്കൗണ്ട് ചെയ്യുക. ആ, ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഒരുപാട് പഠിക്കാൻ. അപ്പൊ നിങ്ങൾ MBBS പഠിക്കാൻ പോയാൽ എത്ര വർഷം പഠിക്കുമെന്ന് പറയും? ഞാൻ ഒരു 100 വർഷം പഠിക്കാൻ പോകണം MBBS. 100 വർഷം പഠിച്ചാലും MBBS തീരുമോ? ഞാൻ ഒരു ഡോക്ടറെ പറയും, ഡോക്ടറെ എനിക്ക് അനാട്ടമി പഠിക്കും. ഓ, അതൊന്നും നിങ്ങൾ പഠിക്കാൻ പറ്റില്ല. ഈ ഡോക്ടർ ഇത്ര നാളും ചെയ്തെന്താ എന്ന് പറഞ്ഞതുപോലെയാണ് ഖുർആൻ പഠനം. നിങ്ങൾ പഠിച്ചാൽ തീരുമെന്ന് ചോദിച്ചാൽ തീരൂല. അത് സംഭവം ശരിയാണ്. പക്ഷേ ഒരിക്കലും തീരാത്തൊരു പഠനമല്ല ഖുർആൻ പഠനം. ഞാൻ MBBS പാസ്സായെങ്കിൽ ഖുർആൻ പഠനവും കംപ്ലീറ്റ് ആയി. ഓക്കെ, സ്റ്റിൽ അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഓക്കെ, സ്പെഷ്യലൈസ് ചെയ്യാം. ഞാൻ ENT പഠിക്കാം. ഓക്കെ, ENT പഠിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഖുർആൻ നെക്സ്റ്റ് ഒരു കാര്യം കൂടെ പഠിക്കും. അപ്പൊ അതേപോലെ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് എന്നാ തുടങ്ങുക? നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നാൽ നമ്മൾ ഇവിടെ എത്തും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു സുപ്രധാനമായ കാര്യമാണ്. എല്ലാം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഹിമാലയൻ ടാസ്ക് അല്ല. ഓക്കെ, നമ്മൾ ഹിമാലയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ മല മറിക്കുന്ന പണിയൊന്നും ഇതിനകത്തില്ല എന്ന് അറബി ഗ്രാമറിൽ.
അടുത്തത് നാമവും നാമവിശേഷണവും. നാമവും നാമവിശേഷണവും. അന്യായത്ത് എന്നാണ് പറയുന്നത്. അന്യായത്ത് വൽ മൻഊത്ത് എന്ന് പറയും. ഇതൊന്നും ടെക്നിക്കൽ വാക്കൊന്നും എഴുതി വെക്കരുത് കേട്ടാ. ടെക്നിക്കൽ വാക്കൊന്നും എഴുതി വെക്കരുത്. സിഫത്ത് എന്ന് പറയും. അസിഫത്ത് വൽ മൗസൂഫ് എന്ന് പറയും. ആരെങ്കിലും ഈ വാക്ക് ഇപ്പൊ ഹുറൂഫ് ജർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ കസറത്തുന്ന പദങ്ങളെന്നാ പറഞ്ഞത്. ആ ടെക്നിക്കൽ വാക്കുകൾ അവസാനം ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് കയറി ആരെങ്കിലും ചില ടെക്നിക്കൽ വാക്കുകൾ പറഞ്ഞാൽ ബാക്കി കേൾക്കേണ്ടിരുന്നത് നമ്മൾ പഠിച്ചില്ല അങ്ങനെ പറഞ്ഞായിരുന്നു. ഹുറൂഫ് ജർ എന്ന് പറഞ്ഞായിരുന്നു, നമ്മൾ പഠിച്ചില്ലല്ലോ, ഇവരെവിടെ നിന്ന് പഠിച്ചത്? അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വെറുതെ അല്ല. ഈ ഉസ്താദ് കുറച്ചേ പറയുന്നുള്ളൂ, ബാക്കി ഇത് കട്ട് ചെയ്യാണ് എന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ന സംഭവം ഉണ്ട് അതാണ് പറയാൻ പോകുന്നത്. അത് വളരെ ലളിതമായ സംഗതിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക മാത്രമേ വേണ്ടൂ. കോൺസെൻട്രേറ്റ്. നാമവും നാമവിശേഷണവും. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് വാക്യത്തിന്റെ പാർട്ടുകൾ പഠിച്ചു. വാക്യത്തിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്? ഒരു വാക്യത്തിന്റെ പാർട്ടുകൾ അൽ കലിമാത്തും ഇസ്മ ഫെയില് ഹർഫ്. നമ്പർ 2 ഇസ്മ രണ്ടെണ്ണം അടുത്തടുത്ത് വരുന്ന രണ്ടെണ്ണം തമ്മിലുള്ള കണക്ഷൻ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ്? അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്ത്? ചോദിക്കല്ലോ, രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടാലും എന്താ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്, എന്താ സംഭവം? ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്, ഇവര് തമ്മിലുള്ള ബന്ധം എന്ത്. അപ്പൊ നേരത്തെ പറഞ്ഞു ലായും അതിന് ശേഷമുള്ള ഒരു പദവും വന്നു. അപ്പൊ ആ പദത്തിന് ശേഷം ലായ്ക്ക് ശേഷമുള്ള പദം ഏകവചനമാണ്. അതിൽ അല്ലില്ല, അതിന് ശേഷം ഒന്നും ചേർന്നിട്ടില്ല. ആദ്യത്തിൽ ഏകവചനമാണ്. അന്ത്യത്തിൽ അവസാനത്തിൽ പത്താണെങ്കിൽ എന്താണത്? വർഗത്തിൽ ശേഷിക്കുന്ന ലായാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരൊറ്റ ഐറ്റവും ഇല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് ഒരു പദം വന്നു, ആ പദത്തിന് ശേഷം വേറൊരു പദം വന്നു, അതിന് കെസ്ർ വരും. അപ്പൊ കെസ്ർ വരുത്തുന്ന പദം, കെസ്ർ കിട്ടിയ പദവും, കെസ്ർ വരുത്തുന്ന പദവും കെസ്ർ കിട്ടിയ പദവും, ഇതാണ് രണ്ടും തമ്മിലുള്ള റിലേഷൻ. മൂന്നാമത് പറഞ്ഞു ഇലാഫത്താണ്, ഇന്റെ ഉടെ എന്ന അർത്ഥത്തിൽ വരും. ഇപ്പൊ കിതാബു അല്ലാഹി രണ്ടാമത്തെ കെസ്ർ കൊടുത്താൽ ഒന്നാമത്തെ തുടക്കത്തിൽ അല്ലൊന്നും പാടില്ല, അതിന്റെ അവസാനത്തിൽ ഒന്നും ചേരില്ല. ശേഷം ഇപ്പുറത്ത് വന്നതിന് കെസ്റാണെങ്കിൽ അപ്പൊ ഇലാഫത്താണ് അതിന്റെ റിലേഷൻ, ബന്ധം. ഇന്റെ എവിടെ എന്ന് അർത്ഥം കിട്ടും. മൂന്നാമത് പറയാൻ പോകുന്നത് രണ്ട് പദം വന്നു. രണ്ട് പദം നോക്കുമ്പോൾ രണ്ടും ഒരേപോലെ, രണ്ട് പദവും ഒരേപോലെ ഇരിക്കുകയാണ്. ഇതാണ് നാമവും നാമവിശേഷം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്. രണ്ട് പദങ്ങളും ഒരേപോലെ ആയിരിക്കും. അപ്പൊ ഏതെല്ലാം കാര്യങ്ങളിൽ ഒരേപോലെ ആയിരിക്കണം? നമ്മളെ ടിൻസ് ആണെന്ന് പറയുമല്ലോ. അപ്പൊ അയാളെ എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ, ചെറിയ വ്യത്യാസം എന്തെങ്കിലും കാണും. അതേപോലെ നമ്മൾ നോക്കേണ്ടത് 4 കാര്യങ്ങളാണ്. 4 കാര്യങ്ങളിൽ യോജിപ്പുണ്ടാകണം. ഒന്ന് നമ്പർ, 2 ജെൻഡർ, 3 എൻഡ് ഓഫ് ദ വേർഡ്. എൻഡ് ഓഫ് ദ വേർഡ്ലെസ്, നാമ അന്ത്യത്തിലെ നാമങ്ങളാണ് ഈ നാമവും നാമവിശേഷമായിട്ട് വരുന്നത്. രണ്ടും നാമമായിരിക്കും. അപ്പൊ നാമത്തിന്റെ അന്ത്യത്തിലെ അടയാളം സെയിം ആയിരിക്കും. 4 അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തതോ. അപ്പം എണ്ണം ഏകവചനത്തിലുള്ളതാണെങ്കിൽ രണ്ടും ഏകവചനമായിരിക്കും. ജെൻഡർ എന്ന് പറയുന്നത് രണ്ടും സ്ത്രീലിംഗ പദമാണെങ്കിൽ രണ്ടും സ്ത്രീലിംഗ പദം, പുല്ലിംഗ പദമാണെങ്കിൽ രണ്ടും പുല്ലിംഗ പദമായിരിക്കും. നാമാന്ത്യം പറഞ്ഞാൽ നാമത്തിന്റെ ആദ്യം ഒന്നിന് 10 ആണെങ്കിൽ രണ്ടാമത്തിനും 10 ആയിരിക്കും. ആദ്യത്തിന് കെസ്റാണെങ്കിൽ രണ്ടാമത്തിനും കെസ്റായിരിക്കും. ആദ്യത്തിന് ലമ്മാണ് രണ്ടാമത്തിനും ലമ്മായിരിക്കും. അതായത് അടുത്തടുത്ത് വരുന്ന പദങ്ങളാണ്. ഒന്നാമത്തിന്റെ വിശേഷണമാണ് രണ്ടാമത്തേത്, അല്ലെങ്കിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു. ഒന്നാമത്തേന്റെ മലയാളത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? ടെക്നിക്കൽ വാക്ക് ആദ്യം തന്നെ ഉപയോഗിക്കുന്നത്. ടെക്നിക്കൽ വാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് പിന്നെ അതാണ് അതിന്റെ മക്കളും ആയാലും പറയുമ്പോഴത്തേക്ക് എന്തായി, അതെന്താണ് ഉസ്താദ് എന്ന് ചോദ്യം ചെയ്യും. അപ്പൊ കാര്യം മനസ്സിലാവണം. ടെക്നിക്കൽ വാക്ക് ഉപയോഗിക്കാതെ പറഞ്ഞാലേ മനസ്സിലാവും. പിന്നെ അറിയപ്പെടുന്നതാണോ? അപ്പൊ അറിയപ്പെടുന്നതാണോ അറിയപ്പെടാതെന്ന് വെച്ചാൽ ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ്. അപ്പൊ നമ്മൾ അല്ലുള്ളതാണോ ഇല്ല എന്ന് നോക്കിയാൽ, അല്ലുള്ളതാണെങ്കിൽ രണ്ടിനും അല്ലല്ലോ. പക്ഷെ എപ്പോഴും ഈ ഡെഫിനിറ്റ് എന്ന് പറയുന്ന അൽ തന്നെ ആയിക്കണമെന്നില്ല. വ്യക്തിയുടെ പേര് പറഞ്ഞു, വ്യക്തിയുടെ പേര് പറയുമ്പോഴത്തേക്ക് എന്താണ്? അല്ലില്ലെങ്കിലും അത് ഡെഫിനിറ്റ് ആണ്. ചിലപ്പം
വേറെ ഇനത്തിലൊക്കെ ഡെഫിനിറ്റ് ആക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ ഡെഫിനിറ്റ് ആകും. ഇപ്പൊ നമ്മൾ മനസ്സിലായി ഇത് ഡെഫിനിറ്റ് ആണോ ഒന്ന് ഡെഫിനിറ്റ് ആണെങ്കിൽ രണ്ടാമതും ഡെഫിനിറ്റ് ആയിരിക്കും. അറിയപ്പെടുന്നത് ഡെഫിനിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ അറിയപ്പെടുന്നത് രണ്ടാമത്തെ അറിയപ്പെടുന്നതായിരിക്കും. ഒന്നിൽ ഡെഫിനിറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തും ഡെഫിനിറ്റ് അല്ലായിരിക്കും. നോക്കാം നമുക്ക്. ഒരു ഉദാഹരണം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഉദാഹരണം നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്. ഇഹ്ദിന അസ്സിറാത്ത അൽ മുസ്തഖീം. അപ്പൊ നോക്കുക, അസ്സിറാത്തിന് അല്ലുണ്ട്, അൽ മുസ്തഖീമിനും അല്ലുണ്ട്. അപ്പൊ ഈ രണ്ടും എന്താണ്? അറിയപ്പെടുന്ന പദം. അപ്പോൾ ഈ പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ രണ്ടിനും അല്ലുണ്ട്, രണ്ടിന്റെ അവസാനം ഒരേ അടയാളമാണ്. ഈ രണ്ട് കാര്യം നോക്കിയാൽ ഇത് ബാക്കി കാര്യം ആകാൻ സാധ്യതയുണ്ട്. അതായത് നാമവും നാമവിശേഷണമാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ രണ്ടിനും അല്ലുണ്ട്, അല്ലെങ്കിൽ രണ്ടിനും അല്ലില്ല, രണ്ടിന്റെയും അവസാനം സെയിം അടയാളമാണ് എങ്കിൽ നാമവും നാമവിശേഷണമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 4 കാര്യങ്ങളിലും ഇതാണ് യോജിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് സിറാത്ത് ഏകവചനമാണ്, അൽ മുസ്തഖീം ഏകവചനമാണ്. 2 അസ്സിറാത്ത് പുല്ലിംഗമാണ്, അൽ മുസ്തഖീം പുല്ലിംഗമാണ്. 3 അസ്സിറാത്തിന്റെ അവസാനത്തിൽ ഫതഹാണ്, അൽ മുസ്തഖീമിന്റെ അവസാനത്തിലും ഫതഹാണ്. 4 കാര്യങ്ങളാണ്. അതിൽ അല്ലുണ്ട്, ഇതിലും അല്ലുണ്ട്, അറിയപ്പെടുന്നതാണ്. അപ്പൊ എന്തായി? അപ്പോൾ നമ്മൾ പറയും അസ്സിറാത്ത അൽ മുസ്തഖീം യഹ്ദിന, ഞങ്ങളെ നീ നയിക്കണമേ, അസ്സിറാത്ത് മാർഗത്തിലേക്ക്. എങ്ങനെയുള്ള മാർഗത്തിലേക്ക്? അൽ മുസ്തഖീമായ മാർഗം. ഇതാണ് എങ്ങനെയുള്ളതാണ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? നാമവും നാമവിശേഷണവും, അല്ലെങ്കിൽ നഅത്ത് വൽ മൻഉ. അപ്പൊ നാമവും നാമവിശേഷണവും. വിശേഷണം ഏതാണ്? രണ്ടാമത്തേതാണ് വിശേഷണം, ഒന്നാമത്തേതാണ് നാമം. രണ്ടും നാമം തന്നെയാണ്. ഒന്നാമത്തെ നാമത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ നാമം. അപ്പൊ നഅത്ത് മൻഉത്ത് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും നഅത്ത്, ഏതായിരിക്കും മൻഉത്ത്? ആദ്യത്തേത് അതാണ് അൽ മൻഉത്ത് വൻ നഅത്ത് എന്നാണ് മലയാളത്തിലെ ഓർഡർ. വിശേഷിപ്പിക്കപ്പെടുന്നത് ഒന്നാമത്തേതാണ്, രണ്ടാമത്തേത് വിശേഷണം. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ അറബിയിലേക്ക് പോകണ്ട, മലയാളത്തിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. രണ്ടാമത്തെ മൻഉത്ത്. അപ്പം എണ്ണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓർ കൗണ്ട്, ലിംഗം എന്ന് പറഞ്ഞാൽ ജെൻഡർ, നാമാന്തം എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ നൗൺ ഓർ നൗൺ എൻഡിങ്, അറിയപ്പെടുന്ന ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ്. 4 കാര്യങ്ങൾ ചോദിച്ചാൽ അതെന്തായി? ഒന്നാമത്തതിന്റെ വിശേഷണമാണ് രണ്ടാമത്. ഇതുപോലെ ഒരുപാട് പദങ്ങൾ നമ്മൾ അമ്മ ജിസിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അൽ വസ്വാസിന്റെ തിന്മയിൽ നിന്നാണ് ഞാൻ അഭയം തേടുന്നത്. എങ്ങനെയുള്ള വസ്വാസാണ്? ഖന്നാസ് ആയിട്ടുള്ള വസ്വാസ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അൽ വസ്വാസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം നോക്കേണ്ടത് എന്താ? അല്ലുണ്ടോ ഇല്ലേ? അവസാനത്തെ അടയാളം എന്താണ്? 2 കാര്യം ആദ്യം നോക്കണം. അപ്പൊ രണ്ടും ശരിയാണെങ്കിൽ ബാക്കി കാര്യമാകാൻ സാധ്യതയുണ്ട്. അപ്പോ അൽ വസ്വാസിന് അല്ലുണ്ട്, രണ്ടിനും അല്ലുണ്ട്, രണ്ടിന്റെ അവസാനം കസ്റാണ്. പിന്നെ ബാക്കി ഉണ്ടോ നോക്കുക. വസ്വാസ് ഏകവചനമാണ്, ഖന്നാസ് ഏകവചനമാണ്. വസ്വാസ് പുല്ലിംഗമാണ്, ഖന്നാസ് പുല്ലിംഗമാണ്. വസ്വാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞ ദുർബോധനം ചെയ്യുന്ന ആൾ, വസ്വാസ്. ഓക്കെ. ഖന്നാസ് എന്ന് പറഞ്ഞാൽ പിന്മാറിക്കളയുന്നവൻ. അപ്പൊ എങ്ങനെയുള്ള ദുർബോധകനാണ്? പിന്മാറിക്കളയുന്നവനായ ദുർബോധകൻ. ഇത് മനസ്സിലായാലേ ശരിക്കുമുള്ള മീനിങ് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തഫ്സീർ കാണാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരിഭാഷ കാണാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. പരിഭാഷ കാണാൻ പഠിക്കലല്ല ഖുർആൻ പഠനം. ഖുർആൻ പഠനം പരിഭാഷ കാണാൻ പഠിക്കലല്ല. അതുകൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകമാണ് ദ വൺ ആൻഡ് ഓൺലി ഖുർആൻ ലേണിംഗ് സിസ്റ്റം അവൈലബിൾ ഇൻ ദ എവിടെ? ഇൻ മലയാളം. മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള ഖുർആൻ പഠന ഗ്രന്ഥം അല്ലെങ്കിൽ പഠന സഹായി എന്ന് പറയുന്നത് ഈ നമ്മളെ പഠന സഹായി മാത്രമേ ഉള്ളൂ. കാരണം എന്താ? ഈ രണ്ടും ഭാഷാപരമായ വിശകലനം, ഭാഷാപരമായ പഠനം, അതോടൊപ്പം ഓരോ വാക്കും വ്യക്തമായി വേർതിരിച്ചുള്ള പഠനം, അല്ലെങ്കിൽ വ്യാകരണ പഠനം, ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മളെ പഠന.
അല്ലാതെ പരിഭാഷ എടുത്താൽ പരിഭാഷ എഴുതിയിട്ട് അതിന്റെ വ്യാഖ്യാനം വരുന്ന അല്ല ഖുറാൻ പഠനം, അത് ഖുറാൻ വ്യാഖ്യാനമാണ്. ഓക്കെ, പിന്നെ പറഞ്ഞു ഫഹുവ ഫീ ഈശത്തിൻ റാളിയത്തിൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞ അൽ വസ്വാസും അൽ ഖന്നാസും അസ്സിറാത്തുൽ മുസ്തഖീമിന്റെ രണ്ടിലും അല്ലുണ്ട്. ഇവിടെ എന്താ? ഫഹുവ ഫീ ഈശത്തിൻ, അവൻ ഒരു, എന്താണ് ഈശത്തിന്റെ അർത്ഥം? ജീവിതത്തിലാണ്. എങ്ങനെയുള്ള ജീവിതമാണ്? റാളിയത്തായ, തൃപ്തികരമായിട്ട്. അപ്പൊ ഈശത്തിന്റെ വിശേഷണമാണ് റാളിയത്തെങ്കിൽ 4 കാര്യങ്ങൾ യോജിക്കുന്നു നോക്കുക. ആദ്യം പറഞ്ഞു അല്ലുണ്ടോ ഇല്ലെന്ന് നോക്കുക, അവസാനത്തെ അടയാളം നോക്കുക. അല്ല് രണ്ടിലില്ല, രണ്ടിന്റെ അവസാനം സെയിം അടയാളമാണ്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. പിന്നെ ബാക്കി യോജിക്കുന്നു നോക്കുക. ഏകവചനമാണ്, പുല്ലിംഗം, രണ്ട് സ്ത്രീലിംഗമാണ്. പിന്നെന്താ വേണ്ടേ? എഴുതിയിട്ടുണ്ട്, എണ്ണം ഏകവചനമാണ്. ജെൻഡർ 2 സ്ത്രീലിംഗമാണ്. നാമാന്ത്യം രണ്ടിന്റെയും കസറാണ്. അറിയപ്പെടുന്ന അറിയപ്പെടാത്തതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ നോക്കുന്ന അറിയപ്പെടുന്ന അറിയപ്പെടാത്തതെന്ന് പറഞ്ഞാൽ അല്ലുണ്ടോ ഇല്ല എന്നുള്ളതാണ്. എപ്പോഴും അൽ മാത്രമായിട്ടോളം ഇല്ല എന്ന് ശ്രദ്ധിക്കുക. ഇല്ലാത്തത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ചില സംഗതി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ പറയുള്ളൂ. ഇപ്പൊ നമ്മൾ പ്രാഥമിക കാരണമാണ്. അങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അൽബക്കറ പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇതിൽ ചേർന്നവർ അൽബക്കറയുടെ രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ഉടനെ പറയും. അൽബക്കറയിൽ രജിസ്റ്റർ ചെയ്യണം, എങ്കിലും എന്താവുള്ളൂ? പഠനം കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് ഒരു ഗ്രാമറിന്റെ ഫൗണ്ടേഷനാണ് നമ്മൾ വരുന്നത്. ഇത് വെച്ചുകൊണ്ട് കൂടുതൽ ഉദാഹരണത്തിലൂടെ പഠിക്കുമ്പോഴേ നമുക്ക് എന്താവുള്ളൂ? പഠനം കൺഫേം ആവുള്ളൂ. അപ്പൊ ഈശത്തിൻ റാളിയത്തിൻ, അവനൊരു ജീവിതത്തിലായിരിക്കും. എങ്ങനെയുള്ള ജീവിതം? റാളിയത്തിൻ, തൃപ്തികരമായ ജീവിതം. അപ്പൊ ഈശത്ത് എന്നതിന്റെ വിശേഷണമാണ് റാളിയത്ത്. അപ്പൊ വിശേഷണമാകണമെങ്കിൽ 4 കാര്യത്തിൽ യോജിക്കണം. അത് 4 കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യോജിച്ചിട്ടുണ്ട്. ഫജഅലഹും കഅസ്ഫിൻ, ഈശത്തുൻ റാളിയത്തിൻ. ഇവിടെ എന്താണ്? കഅസ്ഫിൻ. എന്താണ്? എന്താ അക്ഷരമാണ്? അപ്പൊ നമ്മള് പിന്നെ കസർ വരുത്തുന്ന പദങ്ങളുടെ കൂട്ടത്തിൽ അവിടെ പഠിച്ചില്ലാന്ന് അല്ലേ? കസർ വരുത്തുന്ന പദങ്ങൾ പറഞ്ഞായിരുന്നു. വാ എന്ന് പറയുന്നത് സത്യം ചെയ്യാനുള്ള വായാണ്. ഹത്ത എന്ന് പറയുന്നത് ഹത്താക്ക് ശേഷം നാമം വരുമ്പോഴാണ് ഹത്ത കസർ ചെയ്യുന്നത്. പിന്നെ ക എന്ന് പറയുന്നത് കായും കസർ ചെയ്യുന്ന പദമാണ്. കഅസ്ഫിൻ, അവൻ അല്ല, അതെന്തുപോലെയാണ്? അത് ജാലഹും, അവരെ ആക്കി. എന്തുപോലെ ആക്കി? വൈക്കോൽ പോലെ ആക്കി. കഅസ്ഫിൻ, കന്നാലി തീറ്റ പോലെ ആക്കി, പശു പോലെ ആക്കി. അസ്ഫ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അസ്ഫിന്റെ മീനിങ് എന്താ? വൈക്കോല് മാത്രമാണോ അസ്ഫ്? ഫീല് പഠിക്കുമ്പോ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ് അസ്ഫ് എന്ന് പറഞ്ഞാൽ വൈക്കോലാണ്. ഉമിക്കും അസ്ഫ് എന്ന് പറയും. ഉമി. വൽ ഹബ്ബു ദുൽ അസ്ഫി വർ റൈഹാൻ. അപ്പൊ ഹബ്ബിനെ പൊതിഞ്ഞിരിക്കുന്നത് എന്താണ്? അതാണ് ഇത്. അപ്പം വൈക്കോല് അതിൽപ്പെട്ടതാണ് എന്നേ ഉള്ളൂ. അവിടെ കാശുവിൻ മഅക്കൂൽ, മഅക്കൂൽ എന്നുകൊണ്ട് തിന്നപ്പെട്ട സാധനം എന്താണ്? അത് ചവച്ചരച്ച വൈക്കോൽ പോലെ ആയെന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് അശുഭം എന്ന് പറഞ്ഞാൽ തിന്നുന്ന വേറെയും സാധനങ്ങളുണ്ട്. തിന്നുന്നുണ്ട്, ധാന്യത്തിനെ പൊതിഞ്ഞിരിക്കുന്ന സാധനങ്ങളുണ്ട്. അതിനെയാണ് അശുഭം എന്ന് പറയുന്നത്. അത് കന്നുകാലിക്ക് കൊടുക്കും. ആ കന്നാലിക്ക് കൊടുക്കുമ്പോൾ കന്നാലി തിന്നിട്ട് ചിലപ്പോൾ തുപ്പിക്കളയും. അല്ലാത്തത് ചിലപ്പം അവിടെ ചായ വെച്ച് കറക്കും, പിന്നെ താഴോട്ടൊക്കെ ഇറക്കും. അത് വേറെ. അങ്ങനത്തെ ആ സാധനം ആക്കിയെന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ മഅക്കൂൽ ഉള്ളത് കൊണ്ടാണ് വൈക്കോൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും അസ്ഫിൻ, ക വന്നുകൊണ്ട് എന്ത് ചെയ്തു? അസ്ഫിൻ കെസർ കൊടുത്തു. നമ്മൾ ആദ്യം നോക്കി എന്താണെന്ന് പറഞ്ഞു? 2 കാര്യം നോക്കിയത്. അല്ലുണ്ടോ? അവസാനത്തെ അടയാളം എന്ത്? അല്ലുണ്ടോ ഇല്ലേ? അവസാനത്തെ അടയാളം എന്ത്? അപ്പം 2നും അല്ലില്ല, 2ന്റെ അവസാനം കെസറാണ്. പിന്നെ ബാക്കി നോക്കിയാൽ മതി. അസ്ഫ് ഏകവചനമാണ്, മഅക്കൂൽ ഏകവചനമാണ്. അസ്ഫ് പുല്ലിംഗമാണ്, മഅക്കൂൽ പുല്ലിംഗമാണ്. അപ്പൊ ഇത് 2. പിന്നെന്താണ്?
രണ്ടിനും അല്ലില്ല. അപ്പൊ 3ആയി. രണ്ടിന്റെ അവസാനം കെസ്റുണ്ട്. കെസ്റ്. 4 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒന്നാമത്തതിന്റെ വിശേഷണമാണ് രണ്ടാമത്. അപ്പൊ വൈക്കോല് പോലെ ആക്കി. എങ്ങനെയുള്ള വൈക്കോല് പോലെ ആക്കി? തിന്നപ്പെട്ട വൈക്കോല് പോലെ. അപ്പൊ തിന്നപ്പെട്ടത് എന്ന് പറയുന്ന മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് അതിന്റെ വിശേഷണം ഒന്നും കാണുന്നില്ലെങ്കിലും അറബി പറയുമ്പോൾ ഒന്നാമത്തതിന്റെ വിശേഷണമാണ് രണ്ടാമത്. സിഫിന്റെ വിശേഷണമാണ്. അത് ഇത് ഈ മലയാളത്തിന്റെ ഗ്രാമർ പോലെ പരിഭാഷയുടെ ഗ്രാമർ അല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഖുർആൻ അറബിയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ, അറബിയിൽ പറഞ്ഞ ഖുർആൻ വായിച്ചാലേ നമുക്ക് അതിന്റെ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ കാശിബിൻ മാൽക്കുൽ തിന്നപ്പെട്ട വൈക്കോൽ പോലെ ആക്കിയത്. അപ്പൊ തിന്നപ്പെട്ട വൈക്കോൽ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ അതിന്റെ ഒന്നാമത്തിന്റെ വിശേഷണമോ രണ്ടാമത്തെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. വസ്വാസുൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്മാറിക്കളയുന്ന ദുർബോധകൻ എന്ന് പറഞ്ഞപ്പോ അയാളുടെ വിശേഷണമാണ് രണ്ടാമത്തെ മനസ്സിലായത്. അത് മനസ്സിലാവില്ല നമുക്ക്. അറബിയിൽ തന്നെ മനസ്സിലാക്കണം. എന്നാലേ അതിന്റെ വിശേഷണമാണ് ഇതെന്ന് അറിയാൻ പറ്റും. ചില സന്ദർഭത്തിൽ അത് അറിഞ്ഞില്ലെങ്കിൽ വളരെ വലിയ പിശക് പറ്റും. അതുകൊണ്ടാണ് ഈ ഉസ്താദന്മാർ പറയുന്നത് നിങ്ങൾ അറബി നന്നായിട്ട് ഗ്രാമർ പഠിക്കണം. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പഠിക്കും. അത് തസ്ല നാറൻ ഹാമിയത്തൻ. ആദ്യം എന്താ നോക്കേണ്ടത്? 2 പദമുള്ളത്. ഏത് പദത്തിന്റെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ 2 പദം ഒരേപോലെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് വിശേഷമാണോ അല്ലെന്ന് നോക്കുന്നത്. അപ്പൊ നാറൻ ഹാമിയത്വമാണ് ഏകദേശം ഒരേപോലെ ഉണ്ട്. തസ്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർബാണ്. അപ്പൊ അതുകൊണ്ട് അതിന് അടുത്ത നാമമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതില്ല. പിന്നെ ഉള്ളത് 2 നാമം വന്നത് നാറും ഹാമിയത്വമാണ്. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലുണ്ടോ ഇല്ലേ. അവസാനത്തെ അടയാളം എന്ത്? അല്ലില്ല, അവസാനത്തെ അടയാളം. രണ്ടിനും അല്ലില്ല, രണ്ടിനും അവസാനത്തെ അടയാളം പത്താണ്. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണ്. ഇപ്പൊ 2 കാര്യങ്ങൾ ഉറപ്പായി. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? ആദ്യം പറഞ്ഞ നമ്പർ ഏകവചനം. നാറ് ഏകവചനമാണ്, ഹാമിയത്ത് ഏകവചനമാണ്. ഇപ്പൊ 3 കാര്യം ചോദിച്ചു. പിന്നെ ഉള്ളത് ജെൻഡറാണ്. ജെൻഡർ ഏതാണെന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റില്ല. എങ്ങനെ? നാറ് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നമുക്ക് അറിയില്ല. അതെന്ത് ചെയ്യാൻ? പ്രയോഗത്തിലൂടെ അറിയാൻ പറ്റുള്ളൂ. ചില വാക്കുകൾ പ്രയോഗത്തിലൂടെ അറിയാൻ പറ്റും. ചില വാക്കുകൾ പ്രയോഗത്തിലൂടെയേ അറിയാൻ പറ്റും. ചില വാക്കുകൾക്ക് അടയാളം ഉണ്ടാവും. ബിന്ദുൻ, അതിന്റെ അർത്ഥം പറഞ്ഞപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. അവസാനത്തെ ബൈത്തിന്റെ താ പോലെയാണ് ബിന്ദിന്റെയും താ. കണ്ടാൽ നമുക്കറിയാൻ പറ്റില്ല, അർത്ഥം പറഞ്ഞാലേ നമുക്കറിയാൻ പറ്റും. അല്ലേ? അതേപോലെ നാറ് എന്ന വാക്ക് സ്ത്രീലിംഗമായിട്ടാണ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ വിശേഷണം നിങ്ങൾ മൈക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല കേട്ടോ. അത് മൈക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് ഫോൺ ദൂരെയാണ് വെച്ചിട്ടുണ്ടാവുക. ഫോൺ ദൂരെ വെച്ചിരിക്കുമ്പോഴത്തേക്ക് അതിന് കൃത്യമായിട്ട് സൗണ്ട് അതിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഹെഡ്സെറ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. എനിവേ, അപ്പൊ എന്താണ്? നാർ എവിടെ കണ്ടാലും നാർ സ്ത്രീലിംഗമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. ചില വാക്കുകൾ അങ്ങനെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതിന്റെ പ്രയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക അത് സ്ത്രീലിംഗമാണ്. ഹാമിയത്ത് അതുകൊണ്ട് തന്നെ സ്ത്രീലിംഗമാണ്. ഇപ്പൊ നമുക്ക് നാലാമത്തെ കാര്യം തിരിഞ്ഞില്ലെങ്കിലും 3 കാര്യങ്ങൾ ശരിയായാൽ നമുക്കത് മിക്കവാറും അതാണ് എന്ന് നമ്മൾ ഉറപ്പിക്കാം. അതോട് ജെൻഡറിന്റെ കാര്യം മാത്രമേ യോജിക്കാതെ നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ കാണാൻ വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കി, അറബി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബി പഠിക്കാൻ മനസ്സിലായി നാറ് സ്ത്രീലിംഗമാണ് ഇത് പഠിച്ചിരിക്കുക. അപ്പോ ഹാമിയത്ത് സ്ത്രീലിംഗം. അപ്പോ ഇവിടെ എന്താണ്? ഈശത്ത് റാവിയത്ത്. ഈശത്ത് സ്ത്രീലിംഗമാണ്, റാവിയത്ത് സ്ത്രീലിംഗം. അതേപോലെ നാറ് സ്ത്രീലിംഗമാണ്, ഹാമിയത്തും സ്ത്രീലിംഗം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാറിന്റെ വിശേഷണമാണ് ഹാമിയത്ത്. അപ്പോ തസ്ലാ നാറൻ, അവൻ നരകാഗ്നിയിൽ പ്രവേശിച്ചെരിയും. അതിന് അവൻ അഗ്നിയിൽ പ്രവേശിച്ചെരിയും. എങ്ങനെയുള്ള അഗ്നിയിൽ പ്രവേശിച്ചെരിയും? ഹാമിയത്തൻ, ചൂടേറിയ, വളരെയധികം ചൂടുള്ള. ആ അഗ്നിയുടെ വിശേഷണം എന്താണ്? ഹാമിയത്താണത്, വളരെയധികം ചൂടുള്ളതാണ്. അതേപോലെ വലഹും അദാബുൻ അളീമുൻ, അവർക്കുണ്ട് അദാബിന് ശിക്ഷയുണ്ട്.
ആ ശിക്ഷയുടെ വിശേഷണം എന്താണ്? അലീമാണ്. എങ്ങനെയാണ് അത് വിശേഷണം എന്ന് മനസ്സിലായത്? 4 കാര്യങ്ങൾ യോജിച്ചിട്ടുള്ളത്. അസാബിന് ആദ്യം നമ്മൾ നോക്കി, രണ്ടിനും അല്ലില്ല. അതായത് പെട്ടെന്ന് നമ്മൾ നോക്കുന്നത് വിശേഷമാണോ എന്ന് അറിയണം. അങ്ങനെ ഒറ്റ നോട്ടം നോക്കുന്നത്. രണ്ടിനും അല്ലില്ല, രണ്ടാമത്തിന്റെ അടയാളം സെയിമാണ്. രണ്ടിന്റെ അടയാളം അവസാനത്തെ അടയാളം സെയിമാണ്. പിന്നെ ബാക്കി മാച്ച് ചെയ്യുന്നുള്ളൂ നോക്കിയാൽ മതി. അസാബ് സ്ത്രീലിംഗമാണ്, അസാബ് പുല്ലിംഗമാണ്, അത് ഏകവചനമാണ്. 2 കാര്യങ്ങൾ അത് രണ്ടിനും അല്ലില്ല, രണ്ടിന്റെ അടയാളം സെയിമാണ്. ഇത് 2 കാര്യമായി. പിന്നെ 2 കാര്യം രണ്ടും ഏകവചനമാണ് 1 കാര്യം. അപ്പൊ മൂന്നെണ്ണമായി. രണ്ടും പുല്ലിംഗമാണ്. അപ്പം 4 കാര്യങ്ങളായി. അപ്പൊ അലീമുൻ ഭയങ്കരമായ ശിക്ഷ. ആ ശിക്ഷയുടെ വിശേഷണം എന്താണ്? അലീം. ഓക്കെ, എനി ഡൗട്ട്? നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? സാർ, നരകത്തിന്റെ പേരുകളൊക്കെ സ്ത്രീലിംഗമാണെന്ന് നമുക്ക് അതുകൊണ്ട് പറയാൻ പറ്റുമോ? നരകത്തിന്റെ മറ്റു പേരുകള് നാറ് പോലെ ഇങ്ങനെ വരുന്ന പേരുകളൊക്കെ നമുക്ക് സ്ത്രീലിംഗമാണെന്ന് പറയാം. അത് അങ്ങനെ കോമൺ ആയിട്ടുള്ള ഞാൻ പഠിച്ചിട്ടില്ല, നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അത് നോക്കണം. സാർ ഒന്ന് നോക്കണം കേട്ടോ. കാരണം ഇങ്ങനെ വരുന്നിടത്തൊക്കെ സ്ത്രീലിംഗമായിട്ട് നമ്മൾ അധികം യൂസ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ ഒന്ന് നോക്കണം. നോക്കാം. എല്ലാം സ്ത്രീലിംഗമല്ല എന്നാണ് ആദ്യം കിട്ടിയ മറുപടി. ഞാൻ ചോദിച്ചത് ഹൽ കുല്ലു അസ്മാഇൻ നാരി മുഅന്നസിൻ. അപ്പൊ പറഞ്ഞു ലൈസ കുല്ലു അസ്മാഇൻ നാരി മുഅന്നസിൻ. ഓക്കെ, ബീഫി അലായിലേക്ക് നമ്മൾ പഠിച്ചു. ഈ സൂറത്തിൽ നിന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഖുർആൻ പഠനം ഇൻട്രസ്റ്റിംഗ് ആണോ നോക്കാം. ഹദീസും ഘോഷ്യത്തും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഖിലാഫത്താണ് അല്ലേ? അത് പെട്ടെന്ന് നോക്കുമ്പോ ഒന്നാമത്തേന് അല്ലില്ല, രണ്ടാമത്തേന് അല്ലുണ്ട്, രണ്ടാമത്തേന് കസറാണ്. എന്താണ്? ഖിലാഫത്താണ്. അത് നമ്മൾ പറഞ്ഞ രീതിയിലല്ല, ഇങ്ങനെ പോട്ടെ. ആമിലത്തുൻ നാസിബത്തുൻ. ആമിലത്തുൻ നാസിബത്തുൻ തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാറ്റും മന്നൂത്തുമാണ്. നാമവും നാമവിശേഷണം. കാരണം രണ്ട് പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ രണ്ടിനും അല്ലില്ല, അവസാനം ചെയ്യുമ്പോഴാണ്. അടുത്ത് തസ്ല നാർ, ഉദാഹരണത്തിൽ പറഞ്ഞാണ് തുസ്ക മിൻ ഐനിൻ ആനിയത്തിൻ. അപ്പൊ ഐനും ആനിയത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാറ്റും മന്നൂത്തുമാണ്. നാമവും നാമവിശേഷമാണ്. കാരണം രണ്ടിനും അല്ലില്ല, രണ്ടിന്റെ അവസാനം സെയിം അടയാളമാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാൻ പറ്റും. 3 എണ്ണം ശരിയാണ്. 3 എണ്ണം ശരിയാണ്. രണ്ടും ഏകവചനമാണ്. രണ്ടും ഏകവചനമാണ്. പിന്നെന്താണ്? രണ്ടിന്റെ അവസാനം പിന്നെ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് മാത്രമേ ഇന്ത്യയുള്ളൂ. മാച്ച് ചെയ്യാതെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നുള്ളൂ. അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവണം അതിന് സ്ത്രീലിംഗ പദമായിരിക്കും. ആ, വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഐനുൻ ജാരിയത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈഹ ഐനുൻ ജാരിയത്തുൻ. എന്താണ്? അവിടെ നമ്മ രണ്ടിനും നമ്മ വന്നു, ഐനിന് നമ്മ വന്നു, ജാരിയത്തിന് നമ്മ വന്നു. അവിടെയും സ്ത്രീലിംഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഐന് സ്ത്രീലിംഗം തന്നെയാണ്. പഠിച്ചു വെച്ചിട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഖുർആനിൽ നിന്നും ഭാഷ ഇങ്ങോട്ട് പഠിക്കാനും പറ്റും, അങ്ങോട്ട് ചെക്ക് ചെയ്യാനും പറ്റും. കുറച്ച് കാര്യം നമുക്ക് അങ്ങോട്ട് പറഞ്ഞു നോക്കുക, അപ്പൊ ശരിയാവുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യം അവിടെ ഇങ്ങോട്ട് കിട്ടും. ലൈസലഹും തആമുൻ ഇല്ലാ മിൻ ദരിയഇൻ. ഇപ്പൊ എന്താ മനസ്സിലായി? മിൻ ദരിയ എന്താണ്? മിൻ കാരണമായി കസറും
മിന്നി കസ്ര എന്ന പദം ലാരിയെ കസ്ര ചെയ്യപ്പെട്ടത്. ലാ യുഗ്നി മിൻ ജൂഇൻ. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം 3 കാര്യം പറഞ്ഞില്ല. ഈ 3 കാര്യങ്ങളും ധാരാളം വരുന്നതാണ്. 3 കാര്യം എന്ന് പറഞ്ഞാൽ 1 ഇലാഫത്ത്, 2 നാമവിശേഷണം, 3ാമത്തെ എന്താണ് കസ്ർ വരുന്ന പദം. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയാൽ ആയത്തിന്റെ അവസാനത്തെ ഭാഗമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അടയാളിട്ട് വായിക്കുക. ഇതേപോലെ هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. വായിച്ചു നോക്കുമ്പോഴാണ് ഇതിന്റെ എങ്ങനെ തോന്നുന്നുണ്ട്? നിങ്ങൾ വായിച്ചു നോക്കിയപ്പോഴേ ഖുർആന്റെ മനോഹാരിത മനസ്സിലാവുന്നുണ്ടോ? വെറുതെ നമ്മൾ എല്ലാ സ്ഥലത്തും നിർത്തി ചോദിച്ചാൽ കുറെ മനോഹാരിത നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഈ തജ്വീദ് ഓതുന്ന സമയത്ത്, തജ്വീദ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയത്ത് ചേർത്ത് ഓതാം. ചേർത്ത് ഓതിയാൽ എങ്ങനെ ഓതാം? ഇതൊക്കെ നമ്മൾ സഭയിലാത്തൊക്കെ പഠിക്കും. സഭയിലേക്ക് പോകണ്ട, അത് അല്ലാതെ വിരീകം തജ്വീദ് പഠിപ്പിക്കുന്നവരൊക്കെ ഇതെല്ലാം ചേർത്താണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ആയത്ത് നിർത്താതെയും പറഞ്ഞു കൊടുക്കണമായിരുന്നു. ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ സഭയൊന്നും പഠിച്ചില്ല, ഒറ്റ ഖിറാഅത്ത് പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അവിടെ നിർത്താതെയും പിന്നെ ഭാഗികമായി നിർത്തല്, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ മനോഹാരിത മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ നാമവിശേഷവും കസ്ർ പദങ്ങൾ, അതേപോലെ ഇലാഫത്ത്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞ ഗ്രാമർ എനിബഡി? അയ്യു വാഹിദ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ചോദ്യം ഉണ്ടോ? അയ്യു സുആലുൻ ലി അയ്യു വാഹിദിൻ മിൻകും. മിണ്ടാത്ത കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് സംസാരിക്കുകയെങ്കിലും ചെയ്യാം. മൈക്ക് ഓൺ ചെയ്ത് നിങ്ങൾ മിണ്ടിയാല് നിങ്ങളുടെ പേര് മുകളിൽ വരും. അങ്ങനെ ചോദിച്ചാൽ ഇല്ല എന്നാണോ പറയേണ്ടത്? ഫഹിന്ന ജയ്യിദൻ എന്ന് പറയണം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലാ എന്ന് പറയാം. ഒരു ചോദ്യമില്ല എന്ന് പറയാം. പക്ഷെ നെഗറ്റീവ് ആൻസർ അല്ല എപ്പോഴും നല്ലത്, പോസിറ്റീവ് ആൻസർ ആണ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സംശയമൊന്നുമില്ല, നമുക്ക് എല്ലാം നന്നായി മനസ്സിലായി. എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. നെഗറ്റീവ് തിങ്കിങ്ങിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? എല്ലാം നന്നായി മനസ്സിലായിട്ടുണ്ട്. ഇതുവരെ മനസ്സിലാക്കിയതിനേക്കാളും നന്നായി മനസ്സിലാക്കി എടുക്കും. അതല്ല, ഇതുവരെ മനസ്സിലാക്കിയത് പോലെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലായി. നന്നായിട്ട് മനസ്സിലായി. ഇതുവരെ മനസ്സിലാക്കിയതിനേക്കാളും നന്നായിട്ട് മനസ്സിലായി. ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് ഇതുവരെ മനസ്സിലാക്കിയതിനേക്കാളും കുറച്ചുകൂടെ മനസ്സിലായി. എനിക്ക് ഒരു പ്രാവശ്യം കൂടെ കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ പോരാ. എന്ന് പറയല്ല, എന്ന് വന്നാൽ പോരാ. മറിച്ച് നമ്മൾ ഈ വിത്തൽ നന്നായിട്ട് ഞാൻ എംഫസൈസ് ചെയ്ത് കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും ഇതേപോലെ ഒരു ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം പലതാണ് കേട്ടോ. പല കാരണങ്ങളാൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രാമർ എല്ലാം മോഡേൺ ഗ്രാമറാണ്. മിന്നിന് ശേഷം ഒരു വാക്ക് മിൻ ഹൈസു എന്ന് വരില്ലേ? മിൻ ഹൈസു. അത് ബക്കറയില് 140 അതൊക്കെ നിങ്ങൾ അവിടെ എഴുതിയിട്ടേക്കാം. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇൻഷാ അല്ലാഹ്. മിൻ ഹൈസു വന്നിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടേക്കാം. അതായത് ഇനി പറയാനുള്ളത്, നമുക്ക് കസ്ർ വരുത്തുന്ന പദങ്ങൾ കാരണമായി ശേഷമുള്ള നാമത്തിന് കസ്ർ വരും. ഇപ്പൊ നമ്മൾ പഠിച്ചത് ബേസിക് സിംബൽസ് ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് അടിസ്ഥാന അടയാളങ്ങളാണ്. ഇനി സബ്സിഡിയറി സിംബൽസ് വരും. ഓക്കെ, അപ്പോ സബ്സിഡിയറി സെക്കൻഡറി സിംബൽസ് പഠിക്കാനുണ്ട് നമ്മൾ. രണ്ടാമത്. മൂന്നാമത് കസ്ർ നേരത്തെ പറഞ്ഞ പോലെ മുരടന്മാരായ കുറെ നാമങ്ങൾ, ഒരടയാളവും സ്വീകരിക്കാത്തത്, അതായത് അടയാളം മാറി വരാത്തത്.
അടയാളം മാറി വരാത്ത നാമങ്ങൾ പിന്നീട് പഠിക്കാനുണ്ട്. അതേപോലെ സെക്കൻഡറി സിംബൽസ് പഠിക്കാനുണ്ട്. പ്രൈമറി സിംബൽസ് ആണ് നമ്മൾ പഠിച്ചത്. സെക്കൻഡറി സിംബൽസ് പഠിക്കാനുണ്ട്. അതേപോലെ അന്ത്യം മാറാത്തത് പഠിക്കാൻ. ഇത് രണ്ടും കൂടെ കഴിയുമ്പോൾ പിന്നെ ചോദ്യം. പക്ഷെ നമ്മൾ ചോദ്യം എപ്പോഴും പ്രസക്തമാണ്. അത് നിങ്ങൾ എഴുതി വെക്കണം. അതായത് കെസർ വരുത്തുന്ന പദങ്ങൾ കാരണമായി ശേഷം വന്നതിന് കെസർ വന്നില്ല, അതെന്തുകൊണ്ട്? അപ്പം ആ ഉദാഹരണം എഴുതി വെച്ചെങ്കിലേ എന്താവുള്ളൂ, പഠനം ശരിയാവുള്ളൂ. എന്നിട്ട് എഴുതി വയ്ക്കുന്നത് ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ഇനിയിപ്പോ ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ക്ലൂ തന്നു കഴിഞ്ഞു. കാരണം ഇതാണ്, കെസ് വരാത്തതിന്റെ കാരണം നമ്മൾ സെക്കൻഡറി സിംബൽസ് കൂടെ പഠിക്കണം. പിന്നീട് അതേപോലെ അന്ത്യം മാറാത്ത ചില നാമങ്ങളുണ്ട് എന്ന് പറയും. ഇവയും കൂടെ പഠിക്കുമ്പോൾ ശരിയാവും. ഈ രണ്ടും പഠിച്ചു കഴിയുമ്പോൾ പറയും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ നോക്കണം, ഹൈസുവിന്റെ അവിടെ പഠിച്ചു കഴിഞ്ഞോ, പിന്നെ അതേപോലെ മിൻഹ പഠിച്ചു കഴിഞ്ഞോ, ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അകർമ്മക ക്രിയകൾ. അകർമ്മക ക്രിയ. മലയാളം ഗ്രാമർ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? മലയാളം ഗ്രാമർ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സെക്കൻഡ് ലാംഗ്വേജ് എങ്കിലും മലയാളം പഠിച്ചിട്ടുള്ള ആരെങ്കിലും? ട്രാൻസിറ്റീവ് വെർബ് എന്ന് ഇംഗ്ലീഷിന്റെ ഗ്രാമർ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കർമ്മമുള്ളതും കർമ്മം ഇല്ലാത്തതും. ഇൻട്രാൻസിറ്റീവ് കർമ്മം ഇല്ലാത്തത് ഇൻട്രാൻസിറ്റീവ്, കർമ്മമുള്ളത് ട്രാൻസിറ്റീവ്. നിങ്ങൾ നമ്മളെ ക്ലാസ്സിൽ ഏതെങ്കിലും നേരത്തെ പങ്കെടുത്തിട്ടുള്ള ആണോ? സാർ ഞാൻ സാറിന്റെ ഒരുപാട് നൂർജഹാൻമാരുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തില്ല നൂർജഹാൻ തന്നെ. പങ്കെടുത്തിട്ടില്ല? പങ്കെടുത്തിട്ടുണ്ട് സാറിന്റെ കല്ലാട്ടുമുക്കിൽ. മാഡം, നൂർജഹാൻ മാഡം. ശരി. ഓക്കെ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ക്ലാസ് വന്നപ്പോൾ വേറെ അവിടെ തന്നെ വേറെ നൂർജഹാൻ ഉണ്ട്. പട്ടത്തെ കണ്ടിരുന്ന വേറെ നൂർജഹാൻ ഉണ്ട്. ഞാൻ സാറിന്റെ ക്ലാസ് കണ്ടിട്ട് 5 വർഷമായി. പിന്നെ ഇതൊന്നും തുറന്നിട്ടില്ല. പിന്നെ തുറന്നിട്ടില്ല, അതാണ് കുഴപ്പം. അത് ഞാൻ അതുകൊണ്ട് സാർ ഒന്നും കൂടെ ചേർന്നു. ഇപ്പൊ മനസ്സിലായാലും ഈ നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. ഇടയ്ക്ക് വിട്ടുപോയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആവർത്തി പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അതായത് പഠനത്തിൽ നിന്നും വിട്ടുപോകാൻ പാടില്ല. പഠനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഒന്നിലും നിത്യജീവിതത്തിലുള്ള വായനയിലൂടെ തന്നെ പഠനം നമ്മൾ തുടരാം. അത് വിട്ടു കളഞ്ഞാൽ നമ്മൾ പഠിച്ചതൊക്കെയും പോകും. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആവശ്യമായ വെർബ്, കർമ്മം ആവശ്യമായ ക്രിയ. ഇവിടെ പറയുന്നത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. കർമ്മം ആവശ്യമില്ലാത്ത ക്രിയകളാണ് പറയാറ്. ആദ്യം നമ്മൾ പഠിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടാണ് അടുത്ത പ്രാവശ്യം ട്രാൻസിറ്റീവ് വെർബ് പഠിക്കാൻ. അതുകൊണ്ടാണ് ഇതിപ്പം തന്നെ പറയുന്നത്. വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാനായിരുന്നു, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നിങ്ങളെ ക്ലാസ് നീട്ടി കൊണ്ടുപോകാം. അങ്ങനെയല്ല. ഇപ്പൊ പറഞ്ഞതിന് ഈ പറഞ്ഞ നാമവും നാമവിശേഷണം എന്ന് പറഞ്ഞ സംഭവം സിമ്പിൾ ആണ് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? വെരി സിമ്പിൾ എന്ന് തോന്നിയാ? സിമ്പിൾ ആണ്. ഉറക്കെ പറയൂ. വെരി സിമ്പിൾ എന്ന് പറയൂ. ഇപ്പൊ മനസ്സിലായി. ഈ ഗ്രാമർ എന്ന് പറയുന്നത് ഹിമാലയൻ ടാസ്ക് അല്ല. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ മല മറിക്കുന്ന പണിയൊന്നുമില്ല. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയാവാക്യങ്ങളാണ്. ഇതുവരെ നമ്മൾ ഈ വാക്യത്തിന്റെ ഘടനയിലേക്ക് നമ്മൾ പോയില്ല. രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ. ഇനി നമ്മൾ പോകുന്ന ഒരു സെന്റൻസ് ആണ്. സെന്റൻസിൽ ക്രിയാവാക്യമാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. നാമവാക്യമാണ് നമ്മൾ ആദ്യം അറിയാമല്ലോ. ആധുനിക പേരസ്വാമിക്ക് പഠിപ്പിച്ചു കൊടുത്തെല്ലാം നാമവാക്യങ്ങളാണ്. ആധുനിക പേരസ്വാമിക്ക് എന്താ പഠിപ്പിച്ചു കൊടുത്തെന്നല്ല പറഞ്ഞത്. അല്ല എന്ത് പഠിപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞു? നാമങ്ങൾ. എന്താ പഠിപ്പിച്ചത്? അല്ല ആലമല്ല അസ്മാ കുല്ലഹാണ്. പിന്നെ എന്തെങ്കിലും വിജ്ഞാനം പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. അല്ലം ആലമല്ല അസ്മാ കുല്ലഹ, എല്ലാ നാമങ്ങളും പഠിച്ചു. അപ്പൊ എല്ലാ നാമങ്ങളും പഠിപ്പിച്ചാൽ എങ്ങനെ സംസാരിക്കാൻ പറ്റും? നാമവാക്യങ്ങളോട് സംസാരിക്കാം. ഞാൻ പോകുന്നു എന്നെങ്ങനെ പറയും നാമവാക്യത്തിലൂടെ? അന ദാഹിബുൻ.
ആന ദാഹിബുൻ മാഷാ അല്ലാഹ്. അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വാക്കിലൂടെ പറഞ്ഞു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി. അപ്പൊ അതിന് വല്ല വെർബുണ്ടോ? ഒരു വെർബും ഇല്ല. ഇംഗ്ലീഷുകാരൻ എന്റെ അടുത്ത് ഡിക്റ്റേറ്റ് ചെയ്ത് തന്നിട്ട് സമയത്ത് പറയും. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, നമ്മൾ ഇവിടുന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ട് പോയെങ്കിലും അവർ പറയുന്ന രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ആണ്. നമ്മൾ ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കും, നമ്മൾ ഇതെന്താണ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെ സംഭവം, വെർബ് അനിവാര്യമാണ് എന്ന് നമുക്ക് അവിടെ ചെന്നിട്ടാണ് മനസ്സിലാകും. ഒരു സെന്റൻസിന് വെർബ് അനിവാര്യമാണ്. അപ്പൊ സെന്റൻസ് അപ്പം ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മിസ്റ്റേക്ക്, വേർ ഇസ് എ വെർബ് എന്ന് ചോദിക്കും. വേർ ഇസ് എ വെർബ്? there is no verb, sentence is not complete. വെർബ് ഇല്ലാതെ കംപ്ലീറ്റ് സെന്റൻസ് കംപ്ലീറ്റ് ആവും. ഒരു ഈസി വാസ് എന്തെങ്കിലും സംഭവങ്ങളും വേണം, ഒരു ആക്സിലറി വെർബെങ്കിലും വേണം. പക്ഷേ അറബിയിൽ നാമം കൊണ്ട് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അല്ല മാതങ്ങൾ ലസ്നാക്കില്ല. അപ്പൊ നാമവാക്യം അങ്ങനെ അങ്ങ് പോകും. നാമവാക്യത്തിൽ നമുക്ക് ഒരു നേരത്തെ പറഞ്ഞ പോലെ മലിമറിക്കുന്ന സംഭവങ്ങളൊന്നും പഠിക്കാനില്ല. നാമവാക്യം എന്ന് പറഞ്ഞ ഒന്നും സംഭവമല്ല. അതുകൊണ്ട് നാമവാക്യം ഒരു സംഭവമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്രിയാവാക്യത്തിലേക്ക് കടക്കുന്നത്. വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിയാവാക്യം. നാമവാക്യം എന്താണെന്ന് ചോദിച്ചാൽ നാമം കൊണ്ട് തുടങ്ങുന്ന വാക്യം നാമവാക്യം, ക്രിയ കൊണ്ട് തുടങ്ങുന്ന വാക്യം ക്രിയാവാക്യം. ഇതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഞങ്ങളൊക്കെ പഠിച്ച ഡെഫിനിഷൻ വേറെയാണ്, പക്ഷെ പിന്നീട് ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കാണുന്നത് ഇതാണ്. നാമം കൊണ്ട് തുടങ്ങുന്ന വാക്യം നാമവാക്യം, ക്രിയ കൊണ്ട് തുടങ്ങുന്ന വാക്യം ക്രിയാവാക്യം. ചിലപ്പോൾ നാമം കൊണ്ട് തുടങ്ങുന്ന വാക്യത്തിൽ ക്രിയ ഉണ്ടായിരിക്കാം, പക്ഷേ അതിന് നാമം കൊണ്ട് തുടങ്ങിയതുകൊണ്ട് നാമവാക്യം എന്നേ പറയും. ക്രിയ കൊണ്ട് തുടങ്ങിയാൽ അതിൽ നാമങ്ങൾ ഉണ്ടാകാതിരിക്കാം. നാമങ്ങൾ ഉണ്ടാകാതിരിക്കില്ല, നാമങ്ങൾ ഉണ്ടാകും. കാരണം എന്താണ്? കർത്താവ് ഉണ്ടെങ്കിൽ മാത്രമേ ക്രിയ ശരിയാവുള്ളൂ. ഓക്കെ, അപ്പം സെന്റൻസിലേക്ക് കിടക്കുകയാണ്. നാമവാക്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? നാമം കൊണ്ട് തുടങ്ങുന്ന വാക്യം. ക്രിയാവാക്യം എന്ന് പറഞ്ഞാൽ ക്രിയ കൊണ്ട് തുടങ്ങിയാൽ ക്രിയാവാക്യം. ഇവിടെ ഇതാ നസ്റുല്ലാ എന്ന് പറഞ്ഞു. നമ്മൾ നോക്കുന്നത് ഈ വാക്യം നാമവാക്യമാണോ ക്രിയാവാക്യമാണോ എന്നുള്ള ചിന്ത നമ്മളത് സബ്ജക്റ്റിൽ ഇല്ല. നമുക്ക് ആശയം മനസ്സിലാകണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണം. ആശയം മനസ്സിലാകണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതാ കൊണ്ട് പറഞ്ഞു. അപ്പൊ ഇതാ എന്നാൽ അത് നാമവാക്യമാണോ ക്രിയാവാക്യം, അത് നമ്മുടെ വിഷയമല്ല. ഓക്കെ, ഇതാ നമുക്കറിയാം സന്ദർഭമാണ്. ഇതാ നസ്റുല്ലാഹി, അള്ളാന്റെ സഹായം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്നാൽ. അപ്പൊ എന്താണ്? ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സമയബന്ധിതമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം. അപ്പൊ ആഗമനം എന്ന് പറഞ്ഞു, ക്രിയയാണോ നാമമാണോ? പോകൽ, വരൽ, അടിക്കൽ നാമമാണോ ക്രിയയാണോ? ഇതെല്ലാം നാമമാണ് കേട്ടോ. അടിക്കൂ, അടിക്കും, നീ അടിക്കൂ എന്നൊക്കെ പറയുന്നത്, നീ അടിക്കരുത്, ഇതൊക്കെ പറയുന്നത് എന്താണ്? ക്രിയയാണ്. അറബി ഭാഷയുടെ ശൈലി അനുസരിച്ച് അതെന്താണ്? ക്രിയയാണ്. മലയാളം നമുക്ക് അറിയാത്തതുകൊണ്ട് മലയാളം അത് ക്രിയയാണോ അല്ല എന്നുണ്ട്. എന്തായിരുന്നാലും അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് പ്രവൃത്തി നടന്നു കഴിഞ്ഞതാണോ എന്ന് വ്യക്തമാണ്. അപ്പോ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായത് ക്രിയയാണ്. അടിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദമാണെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടൊരു ക്രിയയാണ്. നീ അടിക്കൂ എന്ന് പറഞ്ഞാൽ അതൊരു ഓർഡറാണ്. അപ്പോ ഓർഡറിൽ ഭാവിയിൽ ഒരു പണി ആവശ്യപ്പെടുന്നുണ്ട്, അതാണ് ഓർഡർ. അതെന്താണ്? അത് ക്രിയയാണ്. ഡോണ്ട് ഡു ഇറ്റ്, ലാ തദ്രിബ് എന്ന് പറയും. നീ അടിക്കരുത് എന്ന് പറയും. അപ്പൊ എന്താണ്? അത് ഭാവി കാലത്തിൽ ഒരു സംഭവം ചെയ്യരുത് എന്ന് പറയുകയാണ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ക്രിയയാണ്. അപ്പോ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഓർഡർ ഫോമും പ്രൊഹിബിഷൻ ഫോമും ഇതെല്ലാം എന്താണ്? ക്രിയയാണ്. ക്രിയാധാതു എന്ന് പറയുന്ന മസ്ദർ ക്രിയയല്ല. ഓടൽ, ചാടൽ, അടിക്കൽ, സഹായിക്കൽ, സഹായം, തുറക്കൽ ഇതൊന്നും എന്തല്ല? ക്രിയയല്ല, അതെല്ലാം നാമമാണ്. ഓക്കെ, അപ്പൊ നസ്റുല്ലാഹി
ജാ നസ്റുല്ലാഹി, ജാ വന്നാൽ, സോറി, ജാ വന്നു. ജാ എന്ന ഒരു ക്രിയ വന്നു. ജാ എന്നൊരു ക്രിയ വന്നാൽ ആ ക്രിയയോട്, ഒരു ക്രിയ വന്നാൽ നമ്മൾ അതിനോട് ഒരു ചോദ്യം ചോദിക്കണം. ആര് എന്ന് ചോദിക്കണം. എന്ത് ആര് അല്ലെങ്കിൽ എന്ത്, ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കണം. ഒരു ക്രിയ കിട്ടിയാൽ ആ ക്രിയയോട് എന്ത് ചോദിക്കണം? ആര്, ആര് എന്ത്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചോദിക്കില്ലേ? ആര്, എന്ത് എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ അവൻ വന്നു വന്ന ഉടനെ ചോദിക്കും, ആര് വന്നു, എന്ത് വന്നു. അതിന്റെ ഉത്തരം നമുക്ക് അവിടെ നിന്ന് കിട്ടണം. എങ്കിലേ എന്താവുള്ളൂ? വാക്യമാവുള്ളൂ, ട്രാൻസിറ്റീവ് ക്രിയയുടെ വാക്യമാവുള്ളൂ. ഒബ്ജക്റ്റ് ഇല്ലാത്തതിനെ കുറിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇല്ലാതെ, ഒബ്ജക്റ്റിലേക്ക് നമ്മൾ പോകുന്നു. ഒബ്ജക്റ്റ് നമ്മൾ അടുത്ത പ്രാവശ്യം. ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് എന്ത്? കർത്താവ്. കർത്താവിന് മലയാളത്തിൽ എന്ത് പറയും? അല്ല, ഇംഗ്ലീഷ് എന്ത് പറയും? ഒബ്ജക്റ്റ് സബ്ജക്റ്റ്. അതിന് അറബിയിൽ എന്ത് പറയും? ഫാഇല്. അല്ല, ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് നമ്മൾ ഫത്തഹയുടെ കർത്താവിനല്ല, ഫാത്തിഹ എന്ന് പറയുന്നതല്ല കർത്താവ്. അത് ശരിക്കും എന്താണ്? നമ്മൾ ടേബിൾ പഠിക്കുമ്പോഴുള്ള കർത്താവ് അതെന്താണ്? ഇസ്മുൽ ഫായില, ക്രിയയുടെ ഒരു വെർബിന്റെ ഇസ്മുൽ ഫായിലാണ് നമ്മൾ ടേബിൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഫാത്തിഹ. സെന്റൻസ് പഠിക്കുമ്പോഴാണ് ശരിക്കുള്ള ഫാഇൽ വരുന്നത്. ജാ എന്ന് പറഞ്ഞു, മൻ ഫഅല ജാ, ജായിലെ മൻ ഫാഇൽ, ഫാഇൽ ആരാണെന്ന് ചോദിച്ചു. ജായോട് നമ്മൾ ചോദിച്ചു, ആര് വന്നു, എന്ത് വന്നു എന്ന് ചോദിച്ചു. അപ്പോ നസ്ർ വന്നു, അല്ല, നസ്ർ വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നസ്റിന്റെ അടയാളം എന്താണ്? ലമ്മത്ത്, കേട്ടോ. അതായത് മാറി വരുന്ന അടയാളങ്ങൾക്ക് താഴെയുള്ള അടയാളമാണ് പേര് പറയുന്നത്, കേട്ടോ. താഴെയുള്ള പേരാണ് പറയുക. മാറി വരുന്ന അടയാളങ്ങൾക്ക് താഴെയുള്ള പേരാണ് പറയുക. ജാ എന്ന് പറയുന്നത് ഫത്തഹത്തല്ല, ജായുടെ മുകളിലുള്ളത് ഫത്തഹത്തല്ല. അതെന്താണ്? ഫത്തഹാണ്, കേട്ടോ, ഫത്തഹാണ്. നസ്ർ എന്ന് പറയുന്നത് ജായുടെ ഫത്തഹ മാറൂല. ജാഉ എന്ന് പറയുമ്പോൾ അത് വേറെ നിയമമാണ്. ജാ എന്ന വാക്കാണെങ്കിൽ അതിന്റെ ഫത്തഹ് മാറൂല. അപ്പൊ ഇപ്പോഴും ജാ തന്നെയായിരുന്നു. ജാഉ എന്ന് പറയുന്നത് വേറെ രൂപമാണ്. ജാ എന്ന രൂപത്തിന് ആ രൂപത്തിൽ മാറൂല. അതേസമയം നസ്റു എന്നുള്ളത് നസ്രി ആകാം, നസ്റു ആകാം, നസ്റായു ആകാം, നസ്റുൻ എന്നും ആകാം, നസ്റൻ എന്നും ആകാം, നസ്റിൻ എന്നും ആകാം. അപ്പൊ അടയാളം മാറി വരുന്നു. അപ്പൊ മാറി വരുന്ന അടയാളങ്ങൾ പറയുമ്പോൾ താ ഉള്ള പേരാണ് പറയുന്നത്. അറിയാമല്ലോ. തമാശയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. തമാശ പറയണ്ട. താ ഉള്ള പേരാണ് പറയേണ്ടത്. ഫത്തഹത്ത്, ലമ്മത്ത്, കസ്റത്ത്, ഇതാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ? ഫത്തഹ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫത്തഹ തന്നെയായിരിക്കും. ഇതാ എന്നതിന്റെ മുകളിലുള്ളത് ഫത്തഹാണ്. ഇതാ എന്നുള്ള ഇതി ഒരിക്കലും ആവില്ല. ഹംസിന്റെ താഴെയുള്ളത് എന്താണ്? കസ്റാണ്, കസ്റത്തല്ല. ജാലിന്റെ മുകളിലുള്ളത് ഫത്തഹാണ്. ജായുടെ മുകളിൽ, ജീമിന്റെ മുകളിലുള്ളത് ഫത്തഹാണ്. ഹംസിന്റെ മുകളിലുള്ള ഫത്തഹാണ്. നസ്റുവിന്റെ നായുടെ മുകളിലുള്ളത് ഫത്തഹാണ്. റായുടെ മുകളിലുള്ളത് എന്താണ്? ലമ്മത്താണ്. അള്ളാഹ് എന്ന് പറഞ്ഞ ലഫ്ലുൽ ജലാലത്തിന്റെ ചുവടെ അവസാനത്തിൽ ആദ്യത്തിലുള്ളത് ഫത്തഹാണ്. ലാമിന്റെ മുകളിൽ ഫത്തഹാണുള്ളത്. ഹാന്റെ ചുവടെയുള്ളത് എന്താണ്? കസ്റത്താണ്, കസ്റത്താണ്, കേട്ടോ. അത് ജസ്റ്റ് അറിഞ്ഞതിന് മാറിപ്പോയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരാം. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് താഴെ പേര് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ചില സമയത്ത് താ ഇല്ലാത്ത പേര് പറയുന്നത് ചോദിച്ചാൽ, അന്ത്യം മാറി വരുന്ന സന്ദർഭത്തിൽ പറയുന്ന അടയാളത്തിന്റെ പേര് താ ഉള്ളതാണ് ഉപയോഗിക്കുക. ഓക്കെ, നസ്റു എന്നതിന് എന്താണ്? ലമ്മത്താണ് അടയാളം. അപ്പോ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത് ഇതേ ഉള്ളൂ. കർത്താവിന്റെ അടയാളം, അതായത് ഫാഇലിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് അടയാളം? ഫാഇലിന്റെ അടയാളം ലമ്മത്താണ്. അതിന്റെ ബേസിക് സിമ്പൽ ഓർ പ്രൈമറി സിമ്പൽ എന്ന് പറയുന്നത് ലമ്മത്താണ്. അടിസ്ഥാനപരമായും കർത്താവിന്റെ അടയാളം എന്താണ്? ലമ്മത്താണ്.
അപ്പോൾ ജാ പോലെ ഒരു ക്രിയ വന്നാൽ ആ ക്രിയക്ക് ലമ്മത്തുള്ള ഒരു നാമം കർത്താവായി വേണം. ജാ കിട്ടിയാൽ ഉടനെ ചോദിക്കുക ജാ വന്നു. ആര് വന്നു? എന്ത് വന്നു? നമ്മൾ നെസർ ആയതുകൊണ്ട് ആര് വന്നു പറയാം. അല്ല എന്താണ് വന്നത്? നെസർ വന്നു. പിന്നെ എന്ത് നെസർ എന്നുള്ള ചോദ്യം വന്നാലാണ് നെസറുല്ലാഹി, അള്ളാഹിന്റെ സഹായം. അപ്പൊ നമ്മൾ നെസറും അള്ളാഹിയും തമ്മിലുള്ള ബന്ധം വേറെ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച് നോക്കണം. എന്താ കണക്ഷൻ? അള്ളാഹിന്റെ സഹായമാണ് വന്നത്. അപ്പൊ ജാ എന്ന ക്രിയ വന്നാൽ അതിന് ഒരു കർത്താവ് വേണം. ആ കർത്താവ് ഇവിടെ ഉണ്ട്, നെസറാണ്. അതിനാണ് ലമ്മത്തടയാളം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് കർത്താവിന്റെ അടയാളം ലമ്മത്താണ്. ഒരു ക്രിയ വന്നാൽ ഉറപ്പായും കർത്താവ് വേണം. ഉറപ്പായും കർത്താവ് വേണം. അപ്പൊ ജാ എന്ന കർത്താവ് ക്രിയയുടെ കർത്താവാണ് നെസർ. അതുകൊണ്ടാണ് അതിന് ലമ്മത്ത് കൊടുത്തിരിക്കുന്നത്. 2 കാല നൂഹൻ, കാല പറഞ്ഞു. ഇപ്പൊ ചോദിക്കണം ആര് പറഞ്ഞു? ആര് പറഞ്ഞു എന്നുള്ള ഉത്തരം അവിടെ ഉണ്ടെങ്കിൽ സെന്റൻസ് പൂർണ്ണമാവും. നൂഹൻ, നൂഹ് അലൈഹി സ്വലാം പറഞ്ഞു. ഒന്നാമത്തെ ഉദാഹരണം, എല്ലാ ഉദാഹരണങ്ങളും നമ്മൾ പരമാവധി ബുദ്ധിപൂർവ്വം ഉണ്ട്. ഒന്നാമത്തെ ഒരു ലമ്മുള്ളതാണ്, അവിടെ കർത്താവിന്റെ അടയാളം, ഒരു ലമ്മത്തുണ്ട്. രണ്ടാമത്തെ നൂഹൻ 2 ലമ്മത്തുണ്ട്. അപ്പോൾ കർത്താവിന്റെ അടയാളം ഒരു ലമ്മത്താകാം, അല്ലെങ്കിൽ 2 ലമ്മത്താകാം. അതിന് പ്രശ്നമുണ്ട്. ലമ്മത്തുണ്ടായിരിക്കണം. ലമ്മത്തുണ്ടെങ്കിൽ അതിനെ കർത്താവായിട്ട് പരിഗണിക്കുള്ളൂ. അപ്പൊ ജാ പാസ്റ്റ് ടെൻസ് ആണ്, കാല പാസ്റ്റ് ടെൻസ് ആണ്. അടുത്ത് നോക്കുക, യഖ്റുജു മിൻഹുൽ മാഉ. യഖ്റുജു പുറത്തു വരും, മിൻഹു അതിൽ നിന്ന്. അപ്പൊ ചോദിക്കണം യഖ്റുജു മിൻഹു അതിൽ നിന്ന് പുറത്തു വരും, എന്ത് പുറത്തു വരും? മാഉ. അപ്പൊ അതിന്റെ ഉത്തരത്തിന് എന്ത് അടയാളം ഉണ്ടാകണം? ലമ്മത്ത്. അതാണ് അതിന്റെ കർത്താവ്. ആ യഖ്റുജു എന്ന ഫിഅലിന്റെ ഫാഇലാണ് എന്ന് ചോദിച്ചാൽ മാ ആണ്. മാഇന്റെ അടയാളം ലമ്മത്താണ്. അതേപോലെ 4 ഖാലത്തിൽ ഇംറഅത്തുൽ അസീസി. അപ്പൊ ഇവിടെ യഖ്റുജു എന്നതിന്റെ കർത്താവ് മാ എന്താണ്? യഖ്റുജു എന്നുള്ളത് പിന്നെ മുദക്കറായിരുന്നു, സ്ത്രീലിംഗം പുല്ലിംഗമാണ്. അൽ മാഉ. അപ്പം മാഉ യഖ്റുജു, അപ്പം പുല്ലിംഗമാണ്. മാഉ പുല്ലിംഗമാണ്. മാഉ പുല്ലിംഗമായപ്പോൾ നമ്മൾ നോക്കേണ്ടത് വെർബിൻ ഫാഇലും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കണം. ജാ വന്നപ്പോ ഏകവചനമാണ്. ജാ അവൻ വന്നു എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ഏകവചനമാണ്. നമ്മൾ ആ ക്രിയ പറയുമ്പോഴത്തേക്ക് അതിന്റെ അകത്തുള്ള സർവനാമം ചേർത്ത് പറഞ്ഞു നോക്കിയാൽ ആ കർത്താവും ക്രിയയും തമ്മിലുള്ള മാച്ചിങ് നമുക്ക് മനസ്സിലാവും. അവൻ വന്നു എന്നാണ്. അപ്പൊ അതിന്റെ ആര് വന്നു എന്നാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ആ അവൻ എന്ന ഏകവചന പുല്ലിംഗ ഏകവചനം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കർത്താവായിട്ടുണ്ടാകണം. ജാ അവൻ വന്നു എന്നാണ്. അപ്പൊ അതിന് നസ്റു, നസ്റു എന്നത് പുല്ലിംഗമാണ്, ഏകവചനം. അപ്പൊ രണ്ടും തമ്മിൽ മാച്ചിങ് ആയി. കാല നൂഹൻ, കാല എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് അവൻ പറഞ്ഞു എന്നാണ്. അപ്പൊ അവൻ അത് പുല്ലിംഗ ഏകവചനമാണ്, അതുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം എന്റെ കർത്താവ്. നൂഹ് പുല്ലിംഗ ഏകവചനമാണ്. ഓക്കെ, ശരിയായി. യഖ്റുജു അവൻ പുറപ്പെടുന്നതാണ് അല്ലെ. യഖ്റുജു മിൻഹുൽ മാഉ. അപ്പം അൽ മാ എന്തായിരിക്കണം? ഏകവചനമായിരിക്കണം, മുദക്കറുമായിരിക്കും, പുല്ലിംഗമായിരിക്കും. അപ്പൊ അത് മാച്ചായി. അത് മാ അല്ല വേറെ എന്തെങ്കിലും വാക്ക് വന്നാൽ നമുക്ക് മാച്ച് ആകുന്നില്ലെങ്കിൽ അതിനെ സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റൂല, അതിന്റെ കർത്താവായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അതെന്താണ്? കാലത്ത് ഇമ്രാത്തു. കാലത്ത് എന്നാണ്, സുക്കൂനാണ്. ഇമ്രാത്തിന്റെ മീമിൽ സുക്കൂൻ ആയതുകൊണ്ടാണ് രണ്ടും കൂടെ ചേർത്തിട്ട് കാലത്ത് ഇമ്രാത്തു എന്ന് ചേർത്തു. അപ്പൊ കാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാ? അവൾ പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞു എന്നുള്ള സ്ത്രീലിംഗ ഏകവചനം മാച്ചിങ് ആയിട്ട് അവിടെ വേണം. അപ്പൊ ഇമ്രാത്തു ശരിയായോ? ഇമ്രാത്ത് എന്തുള്ള കെട്ടില്ലാത്ത താഴെന്ന് മനസ്സിലായോ? ഇമ്രാത്തിന് കെട്ടുള്ള താഴെയാണ് ഒറിജിനലി ഉള്ളത്. ഓപ്പൺ താഴെന്ന് എട്ടാന്ന് ചോദിച്ചാല് ഇമ്രാത്തുൽ അസീസി കേട്ടോ, ഭർത്താവിനോട് ചേർത്ത് പറയുമ്പോ. അപ്പൊ ഓപ്പൺ താഴെയാണ് ഇമ്രാത്തുൽ അസീസി. അപ്പൊ എന്ത് ചെയ്തു?
കാലത്ത്. അപ്പൊ നമ്മൾ അതിനോട് ചോദിച്ചു, ആര് പറഞ്ഞു? അപ്പൊ അതിന്റെ കർത്താവായിട്ട് ഇമ്രാത്തുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന അതിന്റെ മാച്ചിങ് നോക്കണം. കാലത്ത് എന്ന് പറഞ്ഞത് സ്ത്രീലിംഗ ഏകോചനമാണ്, ഇമ്രാത്ത് സ്ത്രീലിംഗ ഏകോചനം. അപ്പൊ വെറുതെ ലമ്മത്തുള്ള ഒരു നാമം വന്നാൽ പോരാ, പിന്നെ എന്ത് വേണം? ഫിഅലുമായി ആ ലമ്മത്തുള്ള നാമം മാച്ച് ചെയ്യണം. രണ്ട് കാര്യമാണ് പറഞ്ഞത്. അതിനുമായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടാകണം. അതേപോലെ സബ്ജക്റ്റ് വേണം, സബ്ജക്റ്റിന്റെ അടയാളം ലമ്മത്തായിരിക്കണം. ആ ലമ്മത്തുള്ള നാമം വെർബുമായിട്ട് എന്ത് ചെയ്യണം? മാച്ചിങ് ആയിരിക്കണം. അടുത്തത് യക്തറബത്തി സാഅതു. യക്തറബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? അവൾ അടുത്തു എന്നാണ്. ഫതഹ അവൻ തുറന്നു, ഫതഹത്ത് അവൾ തുറന്നു. യക്തറബ അവൻ അടുത്തു വന്നു, യക്തറബത്ത് അവൾ അടുത്തു വന്നു. അപ്പൊ യക്തറബത്ത് സ്ത്രീലിംഗ ഏകോചനമാണ്. അസ്സാഅത്ത് നോക്കുക, മാച്ച് ചെയ്യുന്നുണ്ടോ? സ്ത്രീലിംഗ ഏകോചനമാണ്. അതിന്റെ അടയാളം എന്താണ്? ലമ്മത്താണ്. ഓക്കെ. 6 ആമനത്ത് ത്വാഇഫത്തുൻ. ആമനത്തുണ്ട് കേട്ടോ, താഴ്ച സുക്കൂനാണ്. രണ്ടാമത്തെ ത്വാ വന്നുകൊണ്ട് ഇറാം മൊത്തം ജാനിശൈ അതിന്റെ അടുത്തടുത്ത് വന്ന അക്ഷരങ്ങൾ നമ്മൾ ഇറാം ചെയ്തിട്ടാണ്. ആമനത്ത് ആമനത്ത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് പോകും. ആമനത്ത് ആമന അവൻ നിഷേധിച്ചു, ആമനത്ത് അവൾ നിഷേധിച്ചു. അപ്പം അവളാകുന്ന ഒരു സ്ത്രീലിംഗ ഏകവചനം കർത്താവായിട്ട് വേണം. അതിന് ലമ്മത്ത് അടയാളം വേണം. ഇഫത്തുൻ. ശരിയായോ? ഒരു കൂട്ടം വിശ്വസിച്ചു. അതേപോലെ അലിമത്ത്. അപ്പം അലിമ അവൻ അറിഞ്ഞു, അലിമത്ത് അവൾ അറിഞ്ഞു. നഫ്സ് എന്താണ്? സ്ത്രീലിംഗമാണ്. നഫ്സ് സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത് യാ അയ്യത്തുഹൻ നഫ്സു. യാ അയ്യുഹൻ നഫ്സു എന്നല്ല, യാ അയ്യത്തുഹ. അയ്യുഹ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, അയ്യത്തുഹ സ്ത്രീലിംഗം. അലിമത്ത് നഫ്സ്. അലിമത്ത് അവൾ അറിഞ്ഞു. അപ്പം സ്ത്രീലിംഗ ഏകവചനമായ ലമ്മത്തുള്ള കർത്താവ് വേണം. അതാണ് അലിമത്ത് നഫ്സുൻ. 2 ലമ്മത്തുണ്ട്. തന്നീൻ വന്നോ ഇല്ല എന്നുള്ളത് വിഷയമല്ല. അതേപോലെ മാ അഗ്ന അൻഹു മാലുഹു. മാ അഗ്ന പ്രയോജനം ചെയ്തില്ല, അൻഹു അവനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവന്. അപ്പം നമ്മൾ ചോദിച്ചു, ആര്? എന്ത്? മാലുഹു, അവന്റെ മാല്. ഇവിടെ എന്തിനാണ് ഉദാഹരണം കൊടുക്കുന്നതെന്ന് ചോദിച്ചാല്, നമ്മള് കർത്താവ് വേണം, കർത്താവ് അതുമായിട്ട് മാച്ച് ചെയ്യണം. കർത്താവിന്റെ അടയാളം ലമ്മത്താണ്. ഇപ്പൊ മാലുഹു എന്ന് പറഞ്ഞെടുത്ത് ലമ്മത്തുണ്ടോ? എവിടെയുണ്ട്? ലാമിന്റെ മുകളിലുണ്ട്. അപ്പൊ നാമത്തിന്റെ അവസാനമാണ് നമ്മൾ അടയാളം നോക്കേണ്ടത്. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും വന്ന് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയം. നാമത്തിന്റെ അന്ത്യത്തിൽ അടയാളം, നാമാന്ത്യം. നമ്മൾ നേരത്തെ പറഞ്ഞു, നാമത്തിന്റെ അന്ത്യത്തിൽ അടയാളം ലമ്മത്ത് അതിനെ പ്രയോജനപ്പെട്ടില്ല. അപ്പൊ ഇവിടെ വേറെ സംഭവം കൂടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ എല്ലാം എന്താണ്? നമ്മൾ കർത്താവ് എന്ന് പറയുമ്പോൾ ആ പണി ചെയ്ത ആളെന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? എന്ത് വന്നു? നസ്ർ വന്നു. നൂഹൻ. ആര് പറഞ്ഞു? നൂഹ് അലൈഹി സ്വലാം പറഞ്ഞു. യഖ്റുജു മിൻഹുൽ മാഉ, അതിൽ നിന്നും പുറപ്പെടും. എന്ത് പുറപ്പെടും? വെള്ളം പുറപ്പെടും. ഇതെല്ലാം എന്താണ്? നമ്മൾ ഫാഇൽ എന്ന് പറയുമ്പോൾ എല്ലാം പ്രവൃത്തി ചെയ്ത ആളാണ്. ആയത്ത് ഇമ്രഅതു. ആര് പറഞ്ഞു? ഇമ്രഅത്തുൽ അസീസ് പറഞ്ഞു. അസീസിന്റെ ഭാര്യ പറഞ്ഞു, അസീസിന്റെ പത്നി പറഞ്ഞു. യഖ്തറബത്തി സഅതു, എന്ത് അടുത്തു വന്നു? അസ്സഅതു, അന്ത്യം എന്നാണ് അടുത്തു വന്നിരിക്കുന്നത്. ആമനത്ത് ത്വാഇഫത്തുൻ, ആര് വിശ്വസിച്ചു? ഒരു വിഭാഗം വിശ്വസിച്ചു. അലിമത്ത് നഫ്സുൻ, ആരറിഞ്ഞു? നഫ്സ് അറിഞ്ഞു. മാ അഗ്ന അൻഹു മാലുഹു, ആരാണ് ഫാഇൽ ഇവിടെ? മാഹിൽ ഫാഇൽ? മാലു ഫാഇലാണോ? യഥാർത്ഥത്തിൽ ഫാഇലാണോ? അവന് പ്രയോജനം ചെയ്തില്ല എന്നാ പറഞ്ഞത്. പ്രവർത്തി ചെയ്തോ ഇല്ല എന്നുള്ളതല്ല വിഷയം. ഇവിടെ സെന്റൻസില് ഫാഇലാണ്. അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. അതിനാ പ്രയോജനപ്പെട്ടില്ല. എന്ത് പ്രയോജനപ്പെട്ടില്ല? മാലിക്. അപ്പൊ സെന്റൻസിൽ നോക്കുന്നത് പണി നടന്നോ ഇല്ല എന്നുള്ളതല്ല വിഷയം. അവിടെ ഒരു ഫിഅല് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഫാഇൽ വേണം.
ആ ഫായില് ഫീൽഡുമായി മാച്ചിങ് ആയിരിക്കണം. അതേപോലെ അതിന്റെ അന്ത്യത്തിലെ അടയാളം ലമ്മത്തായിരിക്കണം. അതേപോലെ യൗമ ലാ തംലികു നഫ്സുൻ. ഇപ്പൊ മാ അതിനെ എന്തിനാ ഉദാഹരണം കൊടുത്തത്? ചിലപ്പോൾ ഫീൽഡ് നെഗറ്റീവായിട്ട് വരാം, അപ്പോഴും സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ യൗമ ലാ തംലികു, ഉടമപ്പെടുത്തുകയില്ല. ആരും ഉടമപ്പെടുത്തുകയില്ല? നഫ്സ് ഉടമപ്പെടുത്തുകയില്ല. അപ്പോ ലമ്മത്തുള്ള നാമം ഫായിലായിട്ടുണ്ട്. ലാ തംലികു എന്ന് പറഞ്ഞു. അവിടെ ഫായിലുമായിട്ട് മാച്ചിങ് വേണം. ഫിഅല് തംലികു എന്നത് ഹുവ യംലികു, അവൻ ഉടമപ്പെടുത്തും. ഹിയ തംലികു, അവൾ ഉടമപ്പെടുത്തും. അപ്പോ നഫ്സ് സ്ഥിരമായിട്ട് തംലികു എന്ന വാക്ക് ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഫിഅലും ഫായിലും അടങ്ങുന്ന ജുംലയുടെ വിശേഷം ഇവിടെ കഴിഞ്ഞു. എന്തെങ്കിലും ചോദിക്കാണ്ട ഇപ്പൊ ചോദിക്കണം, പിന്നീടൊന്നും ബാക്കി ചെയ്യരുത്. ഓക്കെ, ഞാൻ ചോദിക്കാമോന്ന് അറിയില്ല. ഇവിടെ ഏകവചനം ആയിട്ടുള്ള ക്രിയയുടെ ശേഷം ബഹുവചനമായിട്ടുള്ള ഫായില് വരാറില്ലേ? നമ്മൾ ആദ്യം പഠിക്കുന്നത് സംഭവം നിങ്ങൾ ലളിതമാണ്, ഇത്രേ ഉള്ളൂ എന്ന് ആദ്യം പഠിച്ചു വെക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ദ വേയിൽ പഠിക്കാം. അത് കണ്ടിട്ടുണ്ടോ ചോദിച്ചോ? ബാക്കിയൊക്കെ ഓൺ ദ വേയിൽ പഠിക്കാം. ഇത്രേ ഉള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഹിമാലയ പർവ്വതത്തിൽ ഇപ്പം എന്താണ് പർവ്വതാരോഹണം എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയാ ഒരു എന്താ പറയുന്നത് ഒരു ഹോബിയായിട്ട് എടുത്തെടുക്കുന്ന സമയത്തോളം അവര് എത്ര വലിയ പർവ്വതവും കയറും. അല്ല, ഇത് ഹിമാലയ പർവ്വതത്തിൽ കയറി വേറെ പണിയൊന്നും ഇല്ലേ എന്ന് വിചാരിച്ചാല് കയറാൻ പറ്റുമോ? ആർക്കെങ്കിലും കയറാൻ പറ്റില്ല. ആദ്യം നമ്മൾ ഭാഷ എളുപ്പമാണ്, ഇത് സംഭവം ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാഷയുടെ ഉത്തുണ്ട. നിങ്ങൾ അൽബക്കര ആരും അന്നാൻ പഠിച്ച ആൾക്കാരോട് ചോദിക്കും. അന്നാൻ പഠിക്കുന്ന സമയത്ത് ഇത്രയും നന്നായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ചില്ല അതുകൊണ്ട്. കാരണം അന്ന് കോഴ്സ് തീർന്നു, ഇനി എന്താ അവസ്ഥയിൽ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ശരി നമുക്ക് അൽബക്കര പഠിക്കാന്ന് പറഞ്ഞൊരു ഒരു അലവഴമ്പൻ രീതിയിലാണ് നമ്മൾ ബക്കർ തുടങ്ങി. ബക്കർ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ച ഓക്കെ, അപ്പൊ എന്തായാലും ക്ലാസ് തുടങ്ങിയല്ലോ, അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ കൂടെ ഇതിന്റെ കൂടെ കുറച്ച് ഗ്രാമറൊക്കെ പഠിക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മൾ അടുത്ത ബാച്ച് തുടങ്ങിയെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അഴകുണമായിട്ട് പോയാൽ ശരിയാവില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ആൾക്കാർ പഠിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചിട്ട് അൽബക്കറ പഠിച്ചാൽ നന്നായിരിക്കും. അപ്പൊ അവളെ തുടങ്ങിയപ്പോഴും അൽബക്കറ നമ്മൾ ഗ്രാമർ കൊണ്ടാണ് തുടങ്ങി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നന്നായിട്ട് ഗ്രാമർ പഠിച്ചിട്ടാണ് പോകാൻ. അപ്പൊ ആ രീതിയൊക്കെ എളുപ്പമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എത്ര ഉയർത്തി കയറിയാലും നിങ്ങൾക്ക് ഒരു പ്രയാസം തോന്നില്ല. ആ രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാത്തിനും ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ആരോഹണത്തിന് വേണ്ടിയും ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കേട്ടുണ്ടോ? ആ, പണ്ടൊക്കെ 100 മീറ്റർ ഓടാൻ എത്ര സമയം എടുക്കുമായിരുന്നു? ഇപ്പൊ എത്ര സമയം എടുക്കുന്നത്? ഫസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കുക, അതിന് എന്താ പറയാ റെക്കോർഡ് ഭേദിച്ചു എന്ന് പറയും. ഓരോ വർഷവും റെക്കോർഡ് ഭേദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ആദ്യത്തെ ആൾക്ക് എന്തുകൊണ്ട് അത്രയും റെക്കോർഡ് ഭേദിയല്ല, ഇതിന് ഇന്നത്തേക്കാൾ സ്പീഡ് വരാൻ പറ്റില്ല, എന്നുള്ള ആൾക്കാർ ശക്തി ഇല്ലായിരുന്നില്ല. ട്രെയിനിങ് ആണ്, എല്ലാം ട്രെയിനിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് നല്ല ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാതെ എന്ത് ചെയ്യാണ്, കുറേശ്ശെ പഠിച്ചിത് ടേസ്റ്റ് ഉള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പോകും. ഇപ്പൊ പറഞ്ഞ തമ്മിലുള്ള മാച്ചിങ്, അതിന്റെ അന്ത്യത്തിലുള്ള അടയാളം, താ ഉള്ളതും താ ഇല്ലാത്തതും, ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല. വലം യജ്അൽ ലഹു ഇവജ, അതാണ് അള്ളാഹ് പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ വലം യജ്അൽ ലഹു ഇവജ? വായിച്ചപ്പോ എന്തെങ്കിലും തോന്നിയോ നിങ്ങൾക്ക്? അർത്ഥം പോലും അറിയില്ലാത്തതുകൊണ്ട് ഒന്നും തോന്നിയില്ല. ഈ വക്രത ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കി കേട്ടപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? വക്രത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിന്തിച്ചോ? ഇംഗ്ലീഷിൽ പറഞ്ഞു there is no complication എന്ന് പറഞ്ഞിട്ട് വായിച്ചു നോക്കിയേ.
അപ്പോഴേ സംഗതി മനസ്സിലാവുള്ളൂ. വക്രതയില്ല എന്ന് പറഞ്ഞാൽ ഇത് വക്രതയില്ല. ഖുർആൻ ഒക്കെ ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇതാണ് വക്രതയില്ല. നമ്മൾ വക്രതയില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവും. അതിന്റെ അപ്പുറം 1 + 1 + 1 = 1 എന്ന് പറയുന്ന സിദ്ധാന്തം ഉണ്ടായിരുന്നു, അല്ലേ? ത്രിയേകത്വം. അതേപോലെ കുറെ ഉസ്താദന്മാർ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അറിവ് പഠിക്കുക, നിങ്ങൾ ഖുർആൻ അർത്ഥം പഠിക്കുക, ഗ്രാമർ പഠിപ്പിക്കുക, എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നൊക്കെ ചോദിക്കും. ഞാൻ ആദ്യം 2007 ക്ലാസ് തുടങ്ങിയ സമയത്ത് നിങ്ങൾ ഖുർആൻ അർത്ഥം പഠിപ്പിക്കാൻ പോകും, പഠിച്ചിട്ട് എന്ത് ചെയ്യും? പഠിപ്പിക്കും. അവർ പഠിച്ചിട്ടുണ്ടെന്ന് അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? അതനുസരിച്ച് ജീവിക്കും. എല്ലാ ഖുർആനിലും എല്ലാം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. അറിയാത്ത ഡോക്ടറുള്ള ആദ്യം കടിച്ചു ചോദിക്കണം. എന്നാ പിന്നെ എല്ലാ ദിവസവും ആൾക്കാർ പറഞ്ഞു കൊടുത്താൽ പോരെ, അവർ പഠിക്കേണ്ട കാര്യമുണ്ടോ? അതായത് പണ്ഡിതന്മാരുടെ സഹായം ഇല്ലാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല. അറിവുള്ളവർ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ ആൾക്കാരെല്ലാം എന്തിനാണ് ഖുർആന്റെ ആശയം മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്താ പറയും? ആയത്തിൽ മീറാസ് വന്നു, അല്ലെങ്കിൽ അനന്തരാവകാശം, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അറിവുള്ള ആൾക്കാർ സാഹചര്യം അനുസരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്നാ പിന്നെ എപ്പോഴും ആൾക്കാർ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നാൽ പോലെ എന്തിനാണ് ഖുർആന്റെ അർത്ഥം പഠിക്കുന്നതാണ് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴോ ഇപ്പം 2007 മുതൽ ഇപ്പൊ എത്രയായി? 2007 മുതൽ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയതാ. 20 ഇപ്പം 19 വർഷം കഴിഞ്ഞപ്പോൾ എന്തായി? ഇപ്പൊ ആർക്കും ഒന്നും ചോദിക്കാനില്ല. ഇപ്പൊ നെറ്റ് എടുത്ത് നോക്കിയാൽ ഖുർആൻ പഠനം, അറബി പഠനം ഇത് തന്നെ ഉള്ളു. നിങ്ങൾ 2000 സമയത്ത് ഇങ്ങനെ സംഭവം ഉണ്ടോ നോക്കുക. ബിഫോർ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ആൻഡ് ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ. ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഖുർആൻ പഠനം, അറബി ഭാഷ പഠനം, ഖുർആൻ മനസ്സിലാക്കണം. ഖുർആൻ ദർസ്, പിന്നെ ടൈ ആയി, കോട്ടായി, ജാക്കറ്റായി. അപ്പൊ നമ്മളെന്ത് ടൈയും കോട്ടും ജാക്കറ്റൊക്കെ ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം പറയാം. ഈ വരുന്ന വീക്കിനകത്ത് 4 മാസ്റ്റർ ടേബിളും എഴുതി ഗ്രൂപ്പിലിടുക. വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അറബി ഭാഷ വായിച്ച് മനസ്സിലാക്കി അതിന്റെ മട്ടത്തിന് മനസ്സിലാക്കി ഗ്രഹിച്ച് അത് വേറൊരാൾക്ക് പഠിപ്പിക്കണം. 10 പേരെ നിങ്ങൾ ഓരോരുത്തരും 10 പേരെ കണ്ടെത്തിയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.